पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं वातालयेशं मनिशं हृदि भावयामि. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി അടുത്തത് പൃഥുചരിതമാണ്. പ്രഹർഷിണി എന്നാണ് വൃത്തം. 13 അക്ഷരമായിട്ട് വരും. നോക്കിക്കോളൂ. ജാതസ്യ ധ്രുവകുലയേവ തുംഗകീർത്തേഃ അംഗസ്യ വ്യജനിസുതസ്സവേന നാമ യദ്ദോഷവ്യതിതം വ്യതിതമതിസ്സരാജവർയഃ തത്പാദേ നിഹിതമനാവനം ഗതോഭൂത്. ഇതാണ് ശ്ലോകം. ജാതസ്യ ജനിച്ചവനാണ്. എവിടെ ജനിച്ചു? ധ്രുവകുല. ധ്രുവകുലേ ഏവ ജാതഃ ധ്രുവകുല ഏവ എന്ന സന്ധിയാണ്. ധ്രുവകുലത്തിൽ തന്നെ ജനിച്ച ഒരുത്തൻ, ധ്രുവന്റെ തന്നെ കുലത്തിൽ പിറന്നു. ആരാ? തുംഗകീർത്തേ. തുംഗകീർത്തി, ഉന്നതമായ കീർത്തിയുള്ളതായ അംഗസ്യ അങ്കന് വ്യജനി ജനിച്ചു. ആര്? സുതഃ ഒരു പുത്രൻ. ആരായിരുന്നു? വേനനാമ. വേനൻ എന്ന് പേര്. അംഗരാജാവിന് പ്രസിദ്ധനായ തുംഗകീർത്തിയ ലോകം എമ്പാടും പേരുകേട്ട അംഗരാജാവിന് വേനൻ എന്നൊരു പുത്രൻ ഉണ്ടായി, ജനിച്ചു എന്ന് പറഞ്ഞു. വ്യജനി പുത്രനായി വേനൻ എന്നൊരുവൻ ജനിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. എന്താണ് അവന്റെ പ്രത്യേകത? യദ്ദോഷ വ്യതിതമതി. അവന്റെ ദോഷങ്ങൾ കണ്ട്, അവന്റെ ക്രൂര പ്രവൃത്തികൾ കൊണ്ട് വ്യതിതമതി വേദനിച്ച ബുദ്ധിയോടുകൂടിയവനായ സരാജവര്യ, ആ രാജശ്രേഷ്ഠനായ അങ്കനുണ്ടല്ലോ, എന്ത് ചെയ്തു? ത്വത്പാദേ നിഹിതമനാഹ, അങ്ങയുടെ പാദസ്മരണമാണ് ബെറ്റർ, ഈ കുട്ടിയുടെ കൂടെ ഇരിക്കുന്നത് കൊള്ളില്ല എന്ന് വിചാരിച്ചുകൊണ്ട് കാട്ടിലേക്ക്. അംഗരാജാവിന് ഒരു പുത്രൻ ഉണ്ടായി, പേര് വേനൻ. ആ മഹാദുഷ്ടൻ. ദുഷ്ടനായ പുത്രനെ നന്നാക്കാൻ കുറെ ശ്രമിച്ചു നോക്കി, എന്ത് ചെയ്തിട്ട് നന്നാവണില്ല എന്ന് കണ്ടപ്പോൾ ഈ ദുഷ്ടപുത്രി ഈശ്വര സ്മരണയ്ക്ക് വഴി തന്നുവല്ലോ, അതും ഒരു ഈശ്വരാധീനം എന്ന് വിചാരിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയി അങ്കൻ. അല്ലെ? പുത്രനായതുകൊണ്ട് വേഗം ഈശ്വരനെ പ്രാപിക്കാൻ പറ്റി. സത്പുത്രനായിരുന്നപ്പോ, നല്ല പുത്രനായതുകൊണ്ട് അച്ഛനുത്താനപാതന് ധ്രുവം കാട്ടിൽ നിന്ന് വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു. ഇല്ലേ? ഇയാൾക്ക് അത് വേണ്ടി വന്നില്ല, അതിന് മുമ്പേ കാട്ടിലേക്ക്. അപ്പൊ അതാണ് പ്രത്യേകത. അപ്പൊ ദുഷ്പുത്രൻ വന്നാൽ അതൊരു നന്മ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ കാട്ടിലേക്ക് പോയി എന്നാണ്. വ്യജനി എന്നാണ് വാക്ക് പറഞ്ഞത്. കണ്ടോ? വിപരീതമായി ജനിച്ചു എന്ന്. തുംഗകീർത്തിയായ അങ്കന് ദുഷ്കീർത്തിയായ ഒരു പുത്രൻ ജനിച്ചു എന്ന് പറയാതെ പറഞ്ഞു. എന്താ വാക്ക്? അജനി എന്ന് പറഞ്ഞാൽ മതി. അതിന് വ്യജനി എന്ന് പറഞ്ഞു, വിപരീതമായി ജനിച്ചു എന്നാണ്. എന്താ കാരണം? തുംഗകീർത്തേഹേന്ന് ഉദാഹരണം കൊടുത്തു. തുംഗകീർത്തേഹേ അംഗസ്യ എന്താ? വേനനാമ വ്യജനി. പ്രസിദ്ധനായ സത്പ്രവൃത്തികൾ കൊണ്ട് പേര് കേട്ട അങ്കന് ദുഷ്പ്രവൃത്തികൾ കൊണ്ട് ദുഷ്കീർത്തി നേടിയ വേനൻ ജനിച്ചു എന്ന് പറയാൻ വേണ്ടി വ്യജനി എന്നുള്ള വാക്ക് പ്രയോഗിച്ചു. സംസ്കൃതത്തിൽ അങ്ങനെ ചെറിയൊരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, അർത്ഥം ക്ലിയർ. അങ്ങനെ പറഞ്ഞു. അപ്പൊ എന്തായി? ദോഷവ്യതിത മതി. അവന്റെ ദോഷം കണ്ട് മനസ്സും അടുത്തതായ അദ്ദേഹം ദുഷ്ടനാണ്, ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നു, യാഗാദി കർമ്മങ്ങളെയും ബ്രാഹ്മണരെയും ദ്രോഹിക്കുന്നു. ഈ പ്രവൃത്തിയൊക്കെ കണ്ടപ്പോഴ് വല്ലാത്ത വിധി വൈപരീത്യം, സങ്കടമായി. അതുകൊണ്ട് തന്നെ ആ രാജാവ് എങ്ങനെ? ത്വത്പാദേ നിഹിതമന, ഭഗവത് പാദത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് വനംഗതോഭൂത് കാട്ടിലേക്ക് പോയി. സിമ്പിളാണ്. ധ്രുവകുലേ. കണ്ടോ? ധ്രുവ ആദ്യം പദം പിരിക്കാം, അപ്പോഴേ നിൽക്കരുത്. ജാതസ്യ ധ്രുവകുലേ ഏവ തുംഗകീർത്തേഹേ അംഗസ്യ വ്യജനി സുതഃ സഹ വേനനാമ യദ്ദോഷവ്യതിതമതിഃ സഹ രാജവർയഃ ത്വത്പാദേ നിഹിതമനാഃ വനം യദഃ അഭു. എന്താണ്? ധ്രുവകുല ഏവാന്ന് സന്ധിയാണ്. ധ്രുവകുലേ ഏവാന്നാണ് പദം. നമുക്ക്
അന്വയം പറയുമ്പോ തിരിച്ചു തന്നെ പറയാം. ധ്രുവകുലേ ഏവ ജാതസ്യ തുംഗകീർത്തേഹേ അംഗസ്യ വേനനാമാസുതഃ വ്യജനി. അതായത് ധ്രുവകുലത്തിൽ തന്നെ പേരുകേട്ട സത്പ്രവൃത്തികളെ കൊണ്ട് പേര് സമ്പാദിച്ച അങ്കന് അതിന് വിപരീതമായി വേനൻ എന്നൊരു പുത്രൻ ജനിച്ചു. യദോഷവ്യതിരമതിഹി സഹ രാജവര്യ. അവന്റെ ദോഷം കൊണ്ട് വ്യഥിച്ച മനസ്സ് വ്യഥ വന്ന മനോവ്യഥ, വ്യഥ എന്ന ദുഃഖം, വ്യഥിതമതീച്ച ദുഃഖിച്ച ബുദ്ധിയോടുകൂടിയവനായ ആ രാജാവ് തത്പാദേ നിഹിതമനാഹ അങ്ങയുടെ പദാരബന്ധത്തിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് വനം ഗതഹ അബൂദ് കാട്ടിലേക്ക് പോയി. അപ്പൊ അത് എളുപ്പമാണ്, അത് തന്നെയും പറയാം അല്ലെ. എന്താണ്? ധ്രുവകുലേ ഏവ ജാതസ്യ തുംഗകീർത്തേഹേ അംഗസ്യ സുതഃ സഹ വേനനാമ വ്യജനി. യദ്ദോഷ വ്യതിരമതിഃ സ രാജവര്യഃ ത്വത്പാദേ നിഹിതമനാഃ വനം ഗതഃ അബൂദ്. അതാ അങ്ങനെ തന്നെ പറഞ്ഞാൽ. അപ്പൊ അങ്ങനെ ദുഃഖ നിവാരണത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് രാമായണത്തിൽ ഒരു കഥയുണ്ട്. സഗര രാജാവിന് ഒരു പുത്രനുണ്ടായി, അംശുമാൻ. അംശുമാൻ അല്ല, അസമഞ്ജൻ. അസമഞ്ജന്റെ പുത്രനാണ് അംശുമാൻ. അസമഞ്ജസ് എന്ത് ചെയ്യുന്നറിയോ? അതായത് യോഗൈശ്വര്യമുള്ളവനാണെന്ന് പറയുന്നുണ്ട്, ഇരിക്കട്ടെ. എന്ത് ചോദിച്ചാല് അവിടെയുള്ള പിള്ളേരെയൊക്കെ പിടിച്ച് സരയൂല് കൊണ്ടിടും. സരയൂല് അവർ മുങ്ങി താഴുമ്പോ കൈ പൊട്ടിച്ചിരിക്കും. ഇതൊരു സ്വഭാവം. ദുഷ്ടൻ. ദുഷ്ടത സഹിക്കാൻ പറ്റാതായപ്പോ എന്ത് ചെയ്തു? ആ രാജാവ് സാമർത്ഥ്യം കാണിച്ചു. ആ അസമഞ്ജസിനെ നാട് കിടത്തി. നീ ഇവിടുന്ന് പോയി പരിസ്ഥിതി നിന്നെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞു. നാട് കിടത്തി. പോണ പോക്കിൽ എന്ത് ചെയ്തു? അയാൾക്ക് അതാണ് ആവശ്യം. തന്നെ എങ്ങനെ എല്ലാവരും കൂടെ പുറന്തള്ളി താൻ വിരക്തനായിട്ടിരിക്കണം എന്നാണ് ആശ. അപ്പൊ എന്ത് ചെയ്തു? തന്റെ യോഗേശ്വരം കൊണ്ട് താൻ ആരെയൊക്കെ സജീവിലിട്ടു അവരെയൊക്കെ തിരിച്ചു കൊടുത്തിട്ട് പോയി. എന്തായാലും അവിടെ പുത്രനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോൾ അച്ഛൻ പുത്രനെ ത്യജിക്കുക ചെയ്തത്. ഇവിടെ പുത്രനെ കൊണ്ട് പൊറുതി മുട്ടിയപ്പോഴേ വിചാരിച്ചു, നന്നായി എനിക്കിങ്ങനെ ഒരു ദുഷ്ടപുത്രൻ പറഞ്ഞത്, ഇപ്പൊ തന്നെ ഭഗവാനെ പ്രാപിക്കാലോ എന്ന് പറഞ്ഞ് ഭഗവാന്റെ അടുത്തേക്ക് പോയി. രണ്ടുപേരും രണ്ട് സ്പൈസ് അല്ലെ. അങ്ങനെ എന്ത് ചെയ്തു? മകനെ പറഞ്ഞേക്കല്ല ചെയ്തത്, സ്വയം ഭഗവാന്റെ അടുത്തേക്ക് പോയി. അതാണ് അങ്കൻ. അതുകൊണ്ടാണ് തുംഗകീർത്തി എന്ന് പറയാൻ കാരണം. ഇത്രയും തുംഗം എന്ന് പറഞ്ഞാൽ ഉന്നതമായ കീർത്തിയുള്ളവൻ എന്ന് പറയാൻ കാരണം അതാ. കാരണം മകനെ നന്നാക്കാനൊന്നും പുറപ്പെട്ടില്ല. ഇതും ഈശ്വരേച്ഛയാണ്, ഈശ്വര പ്രസാദമാ എനിക്ക് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കാട്ടിലേക്ക് പോയി. ധ്രുവകുലേവ ജാതസ്യ തുംഗകീർത്തേഹ അംഗസ്യ വേനനാമാസ സുതഃ വ്യജനി യദ്ദോഷവ്യതിരമതിഃ സ രാജപുത്രഃ തത്പാദേ നിഹിതമനാഃ വനം ഗതോഃ. ഇതൊക്കെ കഴിഞ്ഞു. നാട്ടില് രാജാവില്ലാതിരിക്കാൻ പറ്റില്ല. അരാജകത്വം രാജ്യത്തിന് ദോഷം ചെയ്യും. ആരെങ്കിലും ഒരാളിരിക്കണം, ഒരു പേരിനെങ്കിലും ഒരാളെ വെക്കണം. വെച്ചില്ലെങ്കിൽ ആഭ്യന്തര ലഹള ഉണ്ടാകും, പുറമേ ഉള്ളവരൊന്നും ആക്രമിക്കും. അപ്പൊ എന്ത് ചെയ്തു? ജനങ്ങളൊക്കെ അങ്കനോ പോയി. അങ്കന്റെ പുത്രൻ ദുഷ്ടനാ, എന്നാലും വിരോധമില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? പാപോപി ക്ഷിതിതല പാലനായ വേനഃ പൗരാദ്യൈരുപനിഹിത കഠോരവീര്യഃ സർവേഭ്യോ നിജബലമേവ സംപ്രശംസൻ ഭൂചക്രേതവയജനാന്യയം ഞരൗത്സീത്. എന്ത് ചെയ്തു? പാപോപി, ഇവൻ പാപിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നിരുന്നിട്ടും ക്ഷിതിതല പാലനായ, ക്ഷിതി എന്ന് വെച്ച ഭൂമി, ക്ഷിതിതലം ഭൂതലം, ഭൂമിതലത്തെ പരിപാലിക്കുവാനായി വേനഃ, ഈ വേനൻ പൗരാദ്യൈഹി ഉപനിഷദ, പൗരാദ്യൈഹി ഉപനിഹിത, ആ പൗരന്മാരാൽ എന്ത് ചെയ്തു? ഉപനിഹിത, വീണ്ടും രാജാവാക്കി ചുമതല ഏൽപ്പിക്കപ്പെട്ടു. ഇവൻ എന്ത് ചെയ്തു? അയം വേനഃ, ഇവൻ എങ്ങനെയുള്ളവനാ? കാര്യം എങ്ങനെയുള്ളവനെയാണ് രാജാവാർക്ക്? പാപോപി കഠോരവീര്യ എന്നാണ്. വീരതയുണ്ട്, അത് കുറ്റുകുത്തിയാ, അങ്ങനെയുള്ള വീരതയാ. കഠോരവീരനാണ്, ആവശ്യമില്ലാത്തവർക്കൊക്കെ വീരത കാണിക്കും. അങ്ങനെയുള്ളവനായിട്ടും പൗരാദ്യേഹി, പ്രജകളാൽ രാജ്യഭാരം ഏൽപ്പിക്കപ്പെട്ടു. ദുഷ്ടൻ സ്വതവേ രാജ്യഭാരവും കൂടെ ഏൽപ്പിച്ച എന്തതിന് അല്ലേ? നമ്മൾ സാധാരണ പറയും അർക്കടസ്യ സുരാപാനം. ഒരങ്ങൻ കള്ളു കുടിക്കുക, അപ്പൊ തന്നെ ഭ്രാന്തന. അതിന്റെ ഇടയിൽ രുചികസ്യ ദംശനം. ഒരു തേളും കൂടി കൊട്ടിയാൽ എന്തായിരിക്കും എന്റെ സ്ഥിതി? പിന്നെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നറിയോ? അതേപോലെ എന്നാണ്. അതുപോലെയാ സ്വതവേ ദുഷ്ടൻ, എല്ലാരും ഉപദ്രവിക്കും. പൊസിഷനും കൂടി കിട്ടിയാ പിന്നെന്താ? ദണ്ഡം തന്നെ, അട്ടിപ്പെട്ടി തന്നെ. അതാണ് പറഞ്ഞ കഠോരവീര്യ എന്ന് പറയാൻ കാരണം. ദുഷ്ടനാണ്, കടുത്ത
ഉള്ളവനാ, ശക്തി അങ്ങേട്ടാ, പക്ഷെ അതേ ദുർശക്തി അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവനെ രാജ്യഭാരത്തിന് വേണ്ടി ഏൽപ്പിച്ചു. അപ്പൊ പുറമേ ഉള്ളവർ വരില്ല. എന്താ കാരണം? പുറം രാജ്യക്കാർക്ക് പേടി ഉണ്ടാവുമല്ലോ, ആരും അവിടേക്ക് വരില്ല. അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടിട്ട് എന്ത് ചെയ്തു? സർവേഭ്യ, എല്ലാവരുടെ അടുത്തും നിജ ബലമേവ സംപ്രശംസൻ, ഞാൻ ആരാന്നറിയോ, എന്റെ ബലം എന്താന്നറിയോ, വേനായ നമാ പറയൂ എന്നൊക്കെ പറഞ്ഞ് തന്റെ ബലത്തെ തന്നെ അങ്ങോട്ട് പ്രശംസൻ, സ്വയം അങ്ങോട്ട് പ്രശംസിച്ച് എന്ത് ചെയ്തു? ഭൂചക്രേ തവ യജനാനി ന്യരൗചി, ഭൂമിയിലെ മുഴുവൻ, ഭൂചക്രേ, ഭൂമിയിലെ ഏത് മുക്കിലും മൂലയിൽ നടന്നതായാലും ശരി, എല്ലായിടത്തുമുള്ള തവ യജനാനി, ആ ഭഗവാന് പ്രിയപ്പെടുന്നതായ യാഗാദികർമ്മങ്ങൾ ഉണ്ടല്ലോ, അവയെ ന്യരൗചി, ഇത് മുടക്കി. ഇതാണ് അയാൾ ചെയ്ത പ്രവൃത്തി. രാജാവായിട്ട് ഉടനെ നാട്ടിലാരും യാഗം ചെയ്യാൻ പാടില്ല, പശുക്കളെ ആരും പൂജിക്കാൻ പാടില്ല, ബ്രാഹ്മണരെ കാണ്ടാൽ അടിച്ചോടിക്കും, ഈ മട്ടിലായി. എന്താണ്? പക്ഷെ എന്താ നിവൃത്തിയില്ല, കഠോര വീര്യനായതുകൊണ്ട് പുറം രാജ്യക്കാർ ആക്രമിക്കില്ലല്ലോ എന്നുള്ള വിചാരം വെച്ചാണ് പൗരന്മാരാൽ ഇദ്ദേഹം രാജാവായി വാഴിക്കപ്പെട്ടത്. പക്ഷെ രാജാവായി വാഴിക്കപ്പെട്ടപ്പോൾ കുറച്ചും കൂടെ ശക്തി കൂടുതലായി. അതുകൊണ്ട് ഭഗവാന് വേണ്ടി ചെയ്യുന്ന യാഗാദികർമ്മങ്ങളെയൊക്കെ തടഞ്ഞു. ധ്രുവപുൽ എവിടെ പറയണേ? എന്താണ്? പാപോബി പാപഹ അബി കഠോരവീര്യ ക്ഷിതിതല പാലനായ പൗരാദ്യൈഹി ഉപനിഹിത. അങ്ങനെയുള്ള അയം വേനഹ, ഈ വേനൻ സർവേഭ്യ, എല്ലാവരോടും നിജബലമേവ സംപ്രശംസൻ, തന്റെ ബലത്തെ മാത്രം പുകഴ്ത്തി പറഞ്ഞുകൊണ്ട് ഭൂചക്രേ, ഭൂമിതലത്തിൽ തവ യജനാനി, അങ്ങയ്ക്ക് വേണ്ടി ചെയ്യപ്പെടുന്ന യാഗങ്ങളെയെല്ലാം നേരൗസി, ഇത് മുടക്കി തടഞ്ഞു. എങ്ങനെ വരണം നോക്കൂ. പാപഹാവി കഠോരവീര്യ ക്ഷിതിതല പാലനായ പൗരാദ്യൈഹി ഉപനിഹിത വേനഹ സർവേഭ്യ അയം വേനഹ എന്നുണ്ട്. അയം വേനഹ, യജനാന്യ അയം നേരോത്സി എന്നുണ്ടല്ലോ, അയം എടുക്കണം. ഈ വേനൻ എന്ത് ചെയ്തു? സർവേഭ്യ നിജ ബലമേവ സംപ്രശംസൻ ഭൂചക്രേ തവ യജന, എല്ലാ യാഗാദികർമ്മങ്ങളെയും മുടക്കി. അങ്ങനെ എന്താ ഉദ്ദേശിച്ചതെന്നറിയോ? യാഗാദികർമ്മങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ ദേവന്മാർക്ക് യാഗബലം ഒന്നും കിട്ടില്ല. അങ്ങനെ ആവുമ്പോൾ മൂലം ഹി ദേവാനാം വിഷ്ണു, എല്ലാവർക്കും അടിസ്ഥാനമായിട്ടുള്ളത് വിഷ്ണുവാ. അപ്പൊ പാദത്തിനെ തന്നെ നമ്മൾ ഇല്ലാതാക്കി കഴിഞ്ഞാൽ കമ്പും ശാഖകളും ഉണ്ടാവില്ല, ഭഗവാനും ഉണ്ടാവില്ല. ഈ യജ്ഞഭാഗം ഒന്നും കിട്ടാതെ ദേവന്മാരും തളർന്നു പോകും. അപ്പൊ താൻ തന്നെ മെടുക്കനായി നിൽക്കാലോ എന്നോ വിചാരിച്ചത് ഈ ബുദ്ധൂസ്. അതാണ് ഇത്രയും ആയപ്പോ വിചാരിച്ചു, നാട്ടിൽ എപ്പോഴും നല്ലവരുണ്ടല്ലോ, ഞങ്ങളൊന്ന് പറഞ്ഞു നോക്കട്ടെ എന്നായി. അല്ലെ, ഒരാളെ തിരുത്താൻ ആദ്യമേ പാടില്ല. നമ്മള് മഹാഭാരത കഥയിൽ കണ്ടു, യുദ്ധം തുടങ്ങാൻ പുറപ്പെടുന്നതിന് മുമ്പ് നല്ല വാക്ക് പറഞ്ഞ് ശരിയാക്കാന്ന് വെച്ച് കൃഷ്ണൻ ദൂതിന് വന്നു. അല്ലേ? രാമായണത്തിലും കണ്ടു, ആദ്യം ഹനുമാനെ പറഞ്ഞയച്ചു, ഹനുമാൻ അവിടെ കുറെ കാട്ടിക്കുട്ടി വന്നു. രണ്ടാമത് യുദ്ധം പുറപ്പെടാറായപ്പോഴും ശ്രീരാമചന്ദ്രൻ എന്ത് പറഞ്ഞു? അങ്കദനെ പറഞ്ഞയച്ചു. നമുക്ക് ഇപ്പോഴും സമാധാന വാക്ക് പറഞ്ഞു നോക്കാം, വേണ്ടി വന്നാലല്ലേ ആക്രമിക്കണ്ടു എന്ന്. അതാണ് മര്യാദ. അതുകൊണ്ട് ഈ അവിടെയുള്ള ജനങ്ങളൊക്കെ പറഞ്ഞു, ഇവനെയൊന്നും നല്ലതൊന്ന് പറഞ്ഞു നോക്കാം, എങ്ങാനും വായല്ലേ പൂളു വാക്കല്ലേ പൂളു നന്നാവുമല്ലോ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? സംപ്രാപ്തേ ഇതകഥനായ തപസൗഖേ മത്തൊന്യോ ഭുവനപതി നകശ്ചനീതി ത്വന്നിന്ദാവചനപരോ മുനീശ്വരൈസ്തൈഹി ശാപാഗ്നൗ ശലപദശാം അനായിവേനഃ. ഇവിടെ പറഞ്ഞു സംപ്രാപ്തേ, എത്തിച്ചേർന്നപ്പോൾ. എന്തിനു വേണ്ടി വന്നു? ഹിതകഥനായ, ഹിതം പറയാൻ, നന്മ പറയാനായി വന്നു തീർന്ന. ആരാ വന്നു ചേർന്നത്? താപസൗഖ്യേ, താപസന്മാരുടെ സംഘം. ഒരു തപസ്വി സംഘം ഈ വേനന്റെ അടുത്ത് വന്ന് ഹിതകഥനത്തിന് പുറപ്പെട്ടു, നന്മയൊക്കെ പറയാൻ പുറപ്പെട്ടു. അതിന് മറുപടി പറഞ്ഞു, എന്ത് ദേവൻ? സർവദേവമയോ രാജ, അല്ലെ? സർവദേവമയനാണ് രാജൻ എന്ന് പറഞ്ഞത്. വേദമയോ ദേവ, സർവദേവമയോ രാജ, എല്ലാ ദേവമയനാണ് ഞാൻ. അപ്പൊ പിന്നെ എന്തിനാ ദേവന്മാർക്ക് കൊടുക്കണം? ഞാൻ എനിക്ക് മാത്രം നന്നാ പോരേന്ന് ഇതാണ് ചോദിച്ചത്. ഞാനാണല്ലോ എല്ലാ ദേവന്മാരുടെയും സ്വരൂപം എന്നല്ലേ പറയുന്നത്. രാജാവ് എന്ന് പറഞ്ഞാൽ ദേവമയനാണല്ലോ, പിന്നെന്തിനാ ദേവന്മാർക്ക് കൊടുക്കണത്?
ഒക്കെ എനിക്കല്ലേ കിട്ടണ്ടു എന്ന്. അതാണ് പറഞ്ഞത്. മത്തഹ അന്യഹ, എന്നിൽ നിന്നും അന്യനായി. ഭുവനപതി ന കശ്ചന ഇതി, ഭുവനപതി ഒരാളില്ല, ഞാനാണ് ലോകപതി എന്ന് പറഞ്ഞു. എല്ലാവരും മത്തഹ എന്ന് എന്താണ് രണ്ടു തരത്തിൽ പറയാം. ഞാൻ ഇടക്കിടയ്ക്ക് പറയുന്നുണ്ട്, എന്നാലും വീണ്ടും പറയാം. മത്തഹ എന്നുള്ള വാക്ക് പ്രമത്തൻ, മത്തൻ, അഹങ്കാരി, മതിച്ചവൻ എന്നുള്ള അർത്ഥത്തിലും പറയാൻ കുഴപ്പമില്ല. ഇനി മത്തഹ എന്ന് തസ്സിലന്തം അവ്യയമാണെങ്കിലും കുഴപ്പമില്ല, എന്നിൽ നിന്ന് അങ്ങനെയും പറയാം. രണ്ടും ഇവിടെ അഭികാമ്യം. എന്താ കാരണം? മത്തഹ അന്യഹ എന്നുള്ളത് തസ്സിലന്തം അവ്യയാണെങ്കിൽ എന്നിൽ നിന്നും അന്യനായിട്ട് ഭുവനപതി കശ്ച ന ഇതി, വേറെ ആരുമില്ല. അതേ പറയണം, മത്തഹ അന്യ കശ്ചനഹ ഭുവന, എന്നെ പോലെ മതിച്ചൊരു രാജാവ് അറിയില്ല, അയാളെന്നെ അയാൾക്കൊരു സാക്ഷിപത്രം അങ്ങനെയും കൊടുക്കാം. അഹങ്കരിച്ച എന്നെ പോലെ ഏത് രാജാവുണ്ട് നാട്ടിൽ എന്ന് ചോദിക്കലായിട്ടും എടുക്കാം. അല്ലെങ്കിൽ എന്നേക്കാളും ശ്രേഷ്ഠനായിട്ട് ആരാ ഇവിടെ ഉള്ളത് എന്നും എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് കിട്ടും. അതുകൊണ്ട് മത്തഹ അന്യഹ ഭുവനപതി ന കശ്ചന ഇതി, എന്നെ പോലെ ഒരു രാജാവില്ല, അല്ലെങ്കിൽ എന്നെ പോലെ അഹങ്കാരിയായിട്ടുള്ള വേറെ ആരുണ്ട്, ഞാനല്ലാതെ ലോകനാഥൻ ആര് എന്നാണ് പറഞ്ഞത്. നമുക്ക് വേണമെങ്കിൽ മറ്റു തരത്തിലാക്കാം, അഹങ്കാരി എന്നെ പോലെ ആരുണ്ട്. എന്നിട്ട് പറയാം ത്വന്നിന്ദാവചനപരഃ, എന്നിട്ട് പറഞ്ഞിട്ട് ഇപ്പൊ ഭഗവാന്റെ കാര്യം ഓരോന്നും എടുത്ത് പറഞ്ഞുള്ളൂ. പറഞ്ഞപ്പോ തുടങ്ങി ഭഗവാൻ ഇല്ലാത്ത കുറ്റമില്ല. ത്വന്നിന്ദാവചനപരഃ, ഭഗവാനെ നിന്ദിക്കാൻ അങ്ങോട്ട് തുടങ്ങി കേട്ടവർ കാതടങ്ങി. കാരണം പറഞ്ഞിട്ടുണ്ട് ദേവി അല്ലെ, നിന്ദ, മഹത്തുക്കളെ ആര് നിന്ദിക്കുന്നുവോ ശക്തഹാചേത്, ശക്തനാണെങ്കിൽ ചിന്തിയാത് ജിഹ്വാം എന്ന് പറഞ്ഞിട്ട് നാവിനെ അരിഞ്ഞു കളയണം. ഇല്ലെങ്കിലോ കർണോപിധായ, ചെവി അട്ടപ്പടിച്ചു പോകണം. അതുമല്ലെങ്കിൽ എന്ത് വേണം? ആ സ്ഥലത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകണം. ഈ 3 കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഭഗവൻ നിന്ദയെ പറയാം, മഹത്വം കൂടിയല്ല, ഭഗവാനെ നിന്ദിക്കുകയാണ്. അപ്പൊ പറയണ ത്വന്നിന്ദാവചനപരഃ, അദ്ദേഹം ആ വേനൻ അങ്ങയെ നിന്ദിക്കാൻ പുറപ്പെട്ടപ്പോ ഗുരുവായൂരപ്പ മുനീശ്വരൈഹി തൈഹി, അവിടെ വന്നുകൂടിയിട്ട മുനീശ്വരന്മാരാൽ ശാപാഗ്നൗ, ശാപം എന്നൊരു അഗ്നിയിട്ടു, ശപിച്ചു. അഗ്നിയില് ഈയാമ്പാറ്റ പതിക്കണ പോലെ ആയി നടന്നു. ശാപാഗ്നൗ ശലഭദശാം അനായി വേന, വേനഹ ശാപാഗ്നൗ ശലഭദശാം അനായി. ഈ വേനൻ ശാപാഗ്നിയില് ഈയാമ്പാറ്റ കണക്കായി, അതായത് ശാപത്തില് ആ ശാപത്തീയിൽ പാറ്റയാക്കി എന്നർത്ഥം. ചുരുക്കത്തില് ശപിച്ചു എന്നർത്ഥം. വേനൻ അഹങ്കാരമത്തനാണെന്ന് അറിഞ്ഞപ്പോൾ ശപിച്ചു. ഭാഗവതത്തിലെ വളരെ പറയാണ്, എന്താണ് എന്താ കാരണം? എല്ലാവരോടും ചോദിച്ചപ്പോഴേ ഈ മഹർഷിമാരെയൊക്കെ അടിച്ചു കൊല്ലാനാണ് അയാൾ ഏൽപ്പിച്ചത്. ഭാഗവതത്തിൽ എങ്ങനെയാ നമ്മൾ എടുക്കാൻ പോണു. എന്താ പറഞ്ഞ? ഇത്തം വിപര്യമതി പാപിയാൻ ഉത്പഥംഗതഃ, ഇങ്ങനെയുള്ള ദുഷ്ടബുദ്ധി, പാപി, തെറ്റിവഴി നടക്കുന്നവൻ, അന്യതാമേഷ പാപ പ്രകൃതിദാരുണ, ഇവൻ കൊല്ലപ്പെടട്ടെ കൊല്ലപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജീവൻ ജഗദാസു കുരുദേ ഭസ്മസാദ്രുമം, അവർ തന്റെ ശാപഗ്നിയിൽ അവനെ ഭസ്മമാക്കി, അവനെ നശിപ്പിച്ചു എന്നാണ്. അതിനെ തന്നെ നമുക്കതിനെ എടുക്കുമല്ലോ, 4ാമത്തെ സ്കന്ധം എടുക്കുമ്പോ വിസ്തരിക്കും. അപ്പൊ നോക്കാം. അപ്പൊ ഇതുമായിട്ട് താരതമ്യം ചെയ്തോളുക കേട്ടാ. അപ്പൊ ഇവിടെ എന്താ പറയണത്? താപസൗകേ ഹിതകഥനായ സംപ്രാപ്തേ മത്തഃ അന്യഃ കശ്ചന ഭുവനപതിഃ ന ഇതി ത്വന്നിന്ദാവചനപരഃ വേനഃ തൈഃ മുനീശ്വരൈഃ ശാപാഗ്നൗ ശലഭദശാം അനായി. അനായി എന്ന് പറഞ്ഞത് ആക്കപ്പെട്ടു, ശലഭദശയിലേക്ക് ആക്ക പ്രയോഗം മാറ്റിയിട്ടാണ് അനായി. അപ്പൊ അതായത് മുനീശ്വരാഹതം ശാപാഗ്നൗ ശലഭദശാം എന്ത് ചെയ്തു? അനയിഷു, ആക്കി തീർത്തു എന്ന് പറയാം. അങ്ങനെ നല്ലത് വാക്ക് പറയാൻ വന്നവരോട് ഭഗവാനെ കൊണ്ട് നിന്ദിക്കാൻ പുറപ്പെട്ടപ്പോൾ കോപിഷ്ഠരായ മുനീശ്വരന്മാരവരെ അപ്പോൾ തന്നെ ശാപം കൊണ്ട് വധിച്ചു. സംപ്രാപ്തേ ഹിതകഥന, എങ്ങനെയാ അന്വേഷിക്ക കൂടെ പറയണ്ടേ അല്ലേ? താപസൗകേ ഹിതകഥനായ സംപ്രാപ്തേ മത്തഃ അന്യഃ കശ്ചന ഭുവനപതിഃ ന ഇതി ത്വന്നിന്ദാവചനപരഃ വേനഃ തൈഃ
മുനീശ്വരൈഹി ശാപാഗ്നൗ ശലഭദശാനായി സംപ്രാപ്തേ ഹിതകഥനായ താപസൗഖേ മത്തഃ അന്യഃ ഭുവനപതിഃ ന കശ്ചന ഇതി ത്വന്നിന്ദാവചനപരഃ മുനീശ്വരൈഃ തൈഃ ശാപാഗ്നൗ ശലഭദശാം ആനായി വേനഃ. അതായത് ശലഭം എന്ന് പറഞ്ഞാല് പാറ്റ, ഈയാമ്പാറ്റാ. അതായത് വെളിച്ചത്തിനെ കാണുമ്പോ അവിടെ പോയിട്ട് സ്വയം മരിച്ചു പോയില്ലേ, അപ്പൊ ഈയാമ്പാറ്റെ പോലെയാക്കി ശാപത്തിയില് പാറ്റയായി നടക്കും. ഇനി അല്ലെ ഋഷിമാരൊക്കെ ദേഷ്യം വന്നിട്ട് നിജഗ്നുഹു എന്നാണ് ഒന്നുന്നാ പറഞ്ഞത്. എങ്ങനെ ഹുംകൃതീർവേന ഒരൊറ്റ എന്ന് പറഞ്ഞോളൂ, അയാൾ ഭസ്മായി പോയി എന്നാണ്. അതാണ് ഭാഗവതൻ. അതിനെ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് ശാപാഗ്നോ ശലഭദശാം. ഇനി അടുത്ത നോക്കിക്കോളൂ കേട്ടോ, അതും കൂടി പറഞ്ഞു പൃഥു അവതരിച്ചിട്ട് നിർത്താം. തന്നാശാദ് ഖലജനഭീരുകൈർമുനീന്ദ്രൈഃ തന്മാത്ര ചിരപരിരക്ഷിതേ തദംഗേ തെക്താധേ പരിമഥിതാധതോരുദണ്ഡാത് ദോർദണ്ഡേ പരിമഥിതേ ത്വം അവിരാസീഹി. ഇവിടെ എന്ത് ചെയ്തു? അമ്മ എന്ത് ചെയ്തു? അമ്മ ആരാന്നറിയോ? അത് പറയണം, പറഞ്ഞിട്ടുണ്ട്, പറയാൻ ശരിക്കും. സുനീത എന്നാണ് അമ്മയ്ക്ക് പേര്. അമ്മ യമധർമ്മന്റെ സഹോദരിയാണ്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ അമ്മ ഭയങ്കരിയാ. എവിടെ പോകുമ്പോഴും ചേട്ടന്റെ കെയർ ഓഫിൽ എല്ലാരും ഉപദ്രവിക്കും. പേടിക്കണ്ടല്ലോ ആരെയും. ദണ്ഡധരിയായ യമനെ എല്ലാവർക്കും പേടിയില്ലേ. അപ്പൊ എന്ത് ചോദിച്ചാൽ ഗന്ധർവന്മാർ പാട്ടുപാടിക്കൊണ്ടിരിക്കുമ്പോ സുനീത അവരെ പോയിട്ട് വല്ലാതെ ഇൻസൾട്ട് ചെയ്യട്ടെ. പല പ്രാവശ്യം അവർ പറഞ്ഞു നോക്കി, പറഞ്ഞാൽ കേൾക്കണില്ല. അവർ സ്ത്രീയാണ്, സ്ത്രീ ഹത്യ പാടില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? നിനക്ക് ഒരു ദുഷ്ടപുത്രനെ ഉണ്ടാവും, അതുകൊണ്ട് നീ ബുദ്ധിമുട്ട് നോക്കിക്കോ. അതേപോലെ ആ ശാപം കൊണ്ട് തന്നെ പുത്രൻ ഉണ്ടായതാണ്. പിന്നെ അമ്മാവന്റെ സ്വഭാവം കുറച്ച് കിട്ടുകയും ചെയ്യും അവർക്ക് മരുമകൻ. അതാണ് ഈ ക്രൂരത. അതാണ് ക്രൂര ശൗര്യം ഉണ്ടായിരുന്നത്. അപ്പൊ ഇവൾ എന്ത് ചെയ്തു വെച്ചാൽ തന്റെ പുത്രനോടുള്ള പ്രീതി കാരണം പുത്രന്റെ ശരീരത്തെ എണ്ണത്തോണിയിലിട്ട് സൂക്ഷിച്ചു, കളഞ്ഞില്ല. സാധാരണ പ്രാണൻ പോയ ജീവനെ ആരും സൂക്ഷിക്കില്ല, പുത്രപ്രേമം കൂടുതലായിട്ട് സൂക്ഷിച്ചു. ഈശ്വര വിചാരണല്ലോ. അങ്ങനെ അവിടെ സൂക്ഷിച്ചു. സൂക്ഷിച്ചപ്പോഴ് തന്നാശാദ് ആ വേനനും മരിച്ചു. വേനന് പോയി. രാജ്യത്തിലെ രാജാവില്ലെങ്കിൽ ഉണ്ടാവുന്ന പ്രശ്നം എന്താ? ഖലജന ഭീരുകൈഹി. നാട്ടിൽ തന്നെ കുറെ ആഭ്യന്തര വിപ്ലവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ഖലജനങ്ങൾ ഖലനാണ്. ദുഷ്ടജനങ്ങൾ എന്നല്ല പറഞ്ഞത്, ഖലൻ. ഖലൻ എന്നുള്ള വാക്കിന് ദുഷ്ടന്ന് പര്യായം. പക്ഷെ ഖലൻ ഉണ്ടല്ലോ, വെറുതെയെങ്കിലും ആരെയെങ്കിലും ഉപദ്രവിക്കും. അതാണ് ഖലൻ. ഖലൻ അതൊരു രസം. അവനെ കൊണ്ട് തനിക്ക് ഒരു ഉപദ്രവമില്ലെങ്കിലും അവനെ ഉപദ്രവിക്കുക അല്ലേ? ഓരോരുത്തരുടെ തന്റെ സ്വാർത്ഥത്തിന് വേണ്ടി മറ്റുള്ളവരെ ഉപദ്രവിച്ചു എന്ന് വരാം, അത് നമുക്ക് പരിഗണിക്കാം. ഇല്ലെങ്കിൽ തന്റെ മെക്കെട്ട് കയറിയവരെ തിരിച്ചു ഉപദ്രവിച്ചു എന്ന് വരാം, അതിനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. ഒരു കാരണവും ഇല്ലാതെ ആരെ ഉപദ്രവിക്കുന്നവർക്ക് എന്താ പറയാ പേര്? ഒരു പേരുമില്ല അല്ലെ? അങ്ങനെയുള്ള ഖലന്മാരാണ്. അങ്ങനെയുള്ള ഖലജനങ്ങള് വെറുതെ വരിക, കണ്ടവരെ പിടിച്ചടിക്കുക, വീടിന് തീ വെക്കുക, അടിക്കുക, കൊല്ലുക, പിടിക്കുക, ആ മട്ടിലെ പുറമേയുള്ള ആൾക്കാരാണ് അവര്. ഖലജന ഭീരുകൈഹി മുനീന്ദ്രൈഹി. അങ്ങനെ ദുഷ്ടന്മാരെ പേടിച്ചു മുനിമാര്. മുനിമാരെ ആകെയും ചെയ്തുകൊണ്ടിരിക്കുമ്പോ ദുഷ്ടന്മാരൊന്നൊക്കെ തട്ടി തെറിച്ച് തെറിപ്പിച്ചെടുക്കും. ഇങ്ങനെ ആയപ്പോഴേ നമുക്കൊരു രാജാവില്ലാത്തതാണ് ഇതിന് പ്രശ്നം. ഒരു രാജാവുണ്ടെങ്കിൽ രാജാവിനെ പേടിയുണ്ടാവുമല്ലോ. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചപ്പോ അമ്മ പറഞ്ഞു, ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ശരീരം. തന്മാത്ര ചിര പരിരക്ഷിതേ തദംഗേ. ഇവിടെ പറയണ പരിമഥിതാല് അതിൽ ആ ശരീരമാണ് കടഞ്ഞു. ഇതുപോലെ അവന്റെ പിള്ളയങ്ങട് കടഞ്ഞപ്പോഴേ ആ പാപങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. അതാകെ ചെമ്പിച്ച മുടിയും ചപ്പം മൂക്കും ആകെ ആയിട്ട് കറുത്ത കുരുണ്ട ഒരു ശരീരം. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നിഷീത അവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു എല്ലാവരും കൂടെ. അങ്ങനെ നിഷാദന്മാരുണ്ടായി എന്നാണ് ഭാഗവതം പഠിക്കുമ്പോ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. നിഷാദന്മാരുണ്ടായി. അപ്പൊ അങ്ങനെ ആ പാപം കടഞ്ഞങ്ങട് മാറ്റിക്കളഞ്ഞു, കൽമഷത്തിനെ അങ്ങോട്ട് നീക്കി. എന്നിട്ട് എന്ത് ചെയ്തു? രണ്ട് കൈകളും വളർത്തുക. അതാ ദോർദണ്ഡേ പരിമതി. ദോസ് എന്ന് പറഞ്ഞാൽ കൈ എന്നർത്ഥം. ദോർദണ്ഡേ ആ കൈത്തണ്ടിനെ പരിമതിരെ കടഞ്ഞപ്പോഴേ ഹേ ഗുരുവായൂരപ്പ ത്വമാവിരാസീഹി അങ്ങ് തന്നെ അവതരിച്ചുവല്ലോ എന്ന്
നാരായണ ഭട്ടതിരി പറയാണ്, അങ്ങ് തന്നെ അവതരിച്ചു. പൃഥുചക്രവർത്തി ഈ വേനന്റെ ശരീരത്തിൽ നിന്നാണ് ജനിച്ചത്, വൈന്യനാണ്. അതുകൊണ്ട് എന്തായി, ആ കുലം നന്നായി, വേനന് സദ്ഗതി കിട്ടി. സത്പുത്രൻ ഉണ്ടായാൽ കുലം നന്നാവും അല്ലെ. പ്രഹ്ലാദൻ നന്നായത് കൊണ്ട് ഹിരണ്യകശിപുവിന് ഭഗവത്പ്രാപ്തി കിട്ടി. അപ്പൊ പുത്രൻ നന്നായാൽ മതി. സുപുത്രേണ കുലം യഥാ എന്നാണ്. സത്പുത്രൻ ഉണ്ടായാൽ ആ കുലം നന്നാകും. ഇവിടെ സത്പുത്രനാണ് ഈ വേനൻ ഉണ്ടായത്. അതിന് ആദ്യം ആ പാപത്തിനെയൊക്കെ നീക്കി, അതുകൊണ്ട് സത്പുത്രനെ കിട്ടി. അപ്പൊ എന്താ പറയുക നോക്കൂ, തന്നാശാത് കലജന വീരുകൈഹി മുനീന്ദ്രൈഹി തന്മാത്ര ചിര പരിരക്ഷിതേ തദംഗേ പരിമതിദാത് ഊരുദണ്ഡാത് ത്യക്താഹേ ദോർദണ്ഡേ പരിമതിതേ ത്വം ആവിരാസീഹി. അന്വയം വളരെ എളുപ്പം. ആദ്യത്തെ തന്നാശാത് കലജന വീരുകൈഹി മുനീന്ദ്രൈഹി തന്മാത്ര ചിര പരിരക്ഷിതേ തദംഗേ പരിമതിദാത് ഊരുദണ്ഡാത് ത്യക്താഹേ എന്ന് അത് മാത്രം അങ്ങോട്ട് തിരിച്ചു. പിന്നെ പറഞ്ഞ ദോർദണ്ഡേ പരിമതിതേ ത്വമാവിരാസീഹി. വീണ്ടും ആ കൈകൾ കടഞ്ഞപ്പോൾ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് തന്നെ പൃഥു എന്ന പേരിൽ ജാതനായി. അങ്ങനെ പൃഥുചക്രവർത്തി അവതരിച്ചു. ഭഗവാന്റെ അംശമാണ് അവതരിച്ചത്, പൃഥു ആണ് അവതരിച്ചത്. അടുത്ത ശ്ലോകം നോക്കാട്ടോ. വിഖ്യാതഃ പൃഥുരിതി താപസോപദിഷ്ടൈഃ സൂതാദ്യൈഃ പരിണുതഭാവി ഭൂരിവീര്യഃ വേനാർത്യാ കബളിത സമ്പദം ദരിദ്രീം ആക്രാന്താം നിജധനുഷാ സമാമകാർഷീഃ. അപ്പൊ അതില് പറയണ സമാമകാർഷീഃ, സമയാക്കി ചെയ്തു, സമമാക്കി, സമതലമാക്കി, സമമാക്കി ചെയ്തു. ആരെയാണ്? ധരിത്രീം സമാം അകാർഷീഹി. ധരിത്രി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നർത്ഥം. ഭൂമിയെ സമമാക്കി അല്ലെ. എങ്ങനെ സമാക്കി? ആക്രാന്തം, ആക്രമിക്കപ്പെട്ട ഭൂമിയെ. ഈ രാജാവിനാൽ ആക്രമിക്കപ്പെട്ടു ഭൂമി, പൃഥുവിനാൽ. പൃഥു ആക്രമിച്ച് കീഴ്പ്പെടുത്തി സമമാക്കി. ആക്രാന്ത എന്നൊക്കെ പ്രത്യേകമായിട്ട് പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവളായി എന്ന്. ആരാണ്? വിഖ്യാതഃ പൃഥുരിതി. പൃഥുഹു ഇതി വിഖ്യാതഃ. പൃഥു എന്ന പേരിൽ പ്രസിദ്ധനായി. വിഖ്യാതൻ, പ്രസിദ്ധൻ. പൃഥു എന്ന പേരിൽ പ്രസിദ്ധനായിട്ട് എന്ത് ചെയ്തു? ഉടനെ തന്നെ താപസോപദിഷ്ടൈ, താപസന്മാർ ഉപദേശിച്ചതനുസരിച്ച്, മുൻപ് തന്നെ താപസന്മാർ അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവരാൽ ഉപദേശിക്കപ്പെട്ടവരായിട്ട് സൂതാദ്യൈഹി, സൂതാദികളാൽ, സൂതന്മാരെ, മാഗധന്മാരെ, ബന്ദികള്, അങ്ങനെ 3 തരത്തില് രാജകൊട്ടാരത്തില് സ്തുതിഗീതകങ്ങൾ പാടാനുണ്ട്. സൂതന്മാർ എന്ത് വെച്ചാല് പുരാണം പാടും. അതുകൊണ്ടാണ് അവർക്ക് സൂതൻ എന്ന് പേര്. പുരാണങ്ങളെ പാടും. മാഗധന്മാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ വംശപാരമ്പര്യത്തെ പാടിപ്പുകട്ടും. ബന്ദികളുണ്ടല്ലോ, അവര് രാജാവിന്റെ വീരപരാക്രമത്തെ. ഇപ്പം ഈ 3 പേരുണ്ട്. ആദ്യം തന്നെ പുരാണ പാരായണം, അതിനുശേഷം പണ്ടത്തെ രാജാക്കന്മാർ അവരുടെ കുടുംബത്തിൽപ്പെട്ടവരുടെ മഹിമയൊക്കെ വർണ്ണിക്കുക, അവസാനം ആരെയാണോ വർണ്ണിക്കേണ്ടത് ആ രാജാവിന്റെ ഗുണഗണങ്ങളെ വർണ്ണിക്കുക. ഇതൊരു നിയമമാണ്, അലിഖിത നിയമമാണ് രാജാവിന്റെ കൊട്ടാരത്തിൽ. ഇവിടെ സൂതാദ്യൈഹി എന്ന് പറഞ്ഞു. സൂതമാഗത ബന്ദിവിഹി എന്നർത്ഥം. സൂതന്മാരും മാഗധന്മാരും ബന്ദികളും ഒക്കെ കൂടെ പരിണുത ഭാവി ഭൂരി വീര്യ, പരിണുതനായി സ്തുതിക്കപ്പെട്ടു. എന്തിന്? ജനിച്ചിട്ടേ ഉള്ളൂ, ഇദ്ദേഹം എന്തൊക്കെയാ ചെയ്യാൻ പോണത് എന്നുള്ള ഭാവി, വരാൻ പോകുന്ന കാര്യത്തെ, വീര്യതയെ മുഴുവൻ പാടി കൽപ്പിച്ചു. അപ്പൊ ഇദ്ദേഹം പറയും, ഭാഗവതത്തിൽ പറയും, ഹേ ബന്ദിന്, ഹേ സൂത, ഹേ മഗധ. ഒരാള് പ്രവൃത്തി ചെയ്യാതെ അയാളുടെ ഗുണഗണങ്ങളെ പാടി പുകഴ്ത്താൻ പാടില്ല. എന്റെ പ്രവൃത്തി കണ്ടിട്ട് വേണ്ടേ പുകഴ്ത്താൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ തപസ്വിമാര് പറയും, അങ്ങ് അത്രയും ശ്രാക്യതയുള്ളവൻ തന്നെയാണ്, അതുകൊണ്ടാണ് പാടിയത് എന്ന് പറയും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് താപസോപതിഷ്ഠൈ, താപസന്മാർ, അവർ ജ്ഞാനക്കണ്ണുകൊണ്ട് ഈ പൃഥ്വിന്റെ മഹിമ മുന്നേ കുട്ടി കണ്ടു. എന്നിട്ട് അവര് പറഞ്ഞു കൊടുത്തതനുസരിച്ച് സൂതമാഗത ബന്ദികൾ അദ്ദേഹത്തെ പരിണുത ഭാവി
വരാൻ പോകുന്ന വീര്യതയൊക്കെ വർണ്ണിച്ചു. അങ്ങനെ നിന്നു. അങ്ങനെ രാജാവ് സന്തോഷമായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുന്ന നേരത്ത് കുറെ പേര് കാണാൻ വന്നു. രാജാവിനെ കാണാൻ വന്നവരൊക്കെ എല്ലും തോലെടുത്ത് ക്ഷാമവദനാഹ, ആകെ ക്ഷീണിച്ചു വയസ്സരായിട്ടാണ് എല്ലാരും വന്നത്. കണ്ട പേക്കോലങ്ങള്. അവരൊക്കെ വന്ന് പറഞ്ഞു, രാജാവേ, ഞങ്ങളാകെ പട്ടിണിയിലാണ്. എന്താ കാരണം? ഭൂമിയിലൊന്നുമില്ല. വേനൽക്കാലത്തിൽ ഭൂമി എല്ലാം നശിച്ചു, വേനലിന്റെ ഭരണത്തില്. അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോ ഒന്നുമില്ല, പട്ടിണിയാണ് ഞങ്ങള് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന് ദേഷ്യം വന്നു. ആരോടാന്നറിയോ? ഭൂമിയോട്. ഭൂമി ആരാ? വസുധയാണ്, വസുന്ധരയാണ്. എല്ലാ സമ്പത്തും ഭൂമിയുടെ ഉള്ളിലുണ്ട്. എന്നിട്ട് അത് പുറത്തേക്ക് കൊടുക്കാണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോ പറയാം, ഞാനല്ല കാരണം, വേനൽ ഭരണത്തിന്റെ കാരണമാണ് ഇതിങ്ങനെ വന്നതെന്ന് ദേവി പറയുന്നതായിട്ടാണ് ഭാഗവതം. ഇവിടെ ഒരൊറ്റ വടിക്ക് പറഞ്ഞു കൂടാ. വേനന്റെ പീഡ കൊണ്ട്, വേനന്റെ ഉപദ്രവം കൊണ്ട് ഭൂമിദേവി എന്ത് ചെയ്തു എന്നറിയോ? കബളിത സമ്പദാം ധരിത്രി, സമ്പത്ത് മുഴുവൻ അങ്ങോട്ട് കഴിഞ്ഞി ഉള്ളിലേക്കാക്കി. ഭൂമിദേവി പുറത്തേക്കേ എടുത്തില്ല. നല്ല രാജാവാണെങ്കിൽ എങ്ങനെയായിരിക്കുന്നറിയോ? ഫലപുഷ്ടമായിരിക്കും ഇത്രയും ഭൂമി. സാധാരണ പറയാൻ അകൃഷ്ടപച്യാഹ എന്നാണ്. കൃഷി ചെയ്യാൻ തന്നെ എല്ലാം ഉണ്ടാവും ഇത്ര നല്ല രാജാവിന്റെ ഭരണകാലത്ത്. ഭൂമിയിൽ സസ്യസമ്പന്നമായിരിക്കും. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? വേനന്റെ ദുഷ്ടഭരണം കൊണ്ട് ഭൂമി തന്റെ ഉള്ളിലേക്ക് മുഴുവൻ അങ്ങോട്ട് വലിച്ചെടുത്തു. പുറത്തൊക്കെ ഒന്നും കാണാനില്ല, വരണ്ട ഭൂമി മാത്രം. വേനാർത്തിയ കബളിത, അത് വിഴുങ്ങി. എന്തിനെ? കബളമാക്കി, ഉള്ളിലേക്കാക്കി എന്നർത്ഥം. സമ്പത്തുകളെ മുഴുവൻ ഉള്ളിലേക്കാക്കിയ ആ ധരിത്രിയെ ദേഷ്യം വന്നു ഋതു ചക്രവർത്തിക്ക്. അദ്ദേഹം അമ്പ് വെല്ലെടുത്ത്, നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലുന്ന് പറഞ്ഞ് പുറപ്പെട്ടു. ഭൂമി ഓടി, അയ്യോ സ്ത്രീ അല്ലേ, എന്നെ കൊല്ലരുത് എന്നൊക്കെ പറഞ്ഞു. സ്ത്രീ ആണെങ്കിൽ എന്താ, ഉപദ്രവിക്കുന്നവരെ കൊല്ലു തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് രാജാവ് പുറപ്പെട്ടു. ഭൂമി ഓടുന്നിടത്തൊക്കെ നോക്കുമ്പോ ആരുണ്ട്? ഈ ഋതു ചക്രവർത്തി കയ്യില് അമ്പും വില്ലും എടുത്തുകൊണ്ട്. വേനാർത്തിയ കബളിത സമ്പദം ധരിത്രീം ആക്രാന്തം, ആക്രമിക്കപ്പെട്ടപ്പോഴ് എങ്ങനെ ആക്രമിച്ചു? നിജധനുഷ, സ്വന്തം വില്ലെടുത്തുകൊണ്ട് രാജാവ് ആ ഭൂമിയെ ആക്രമിച്ചിട്ട് സമാമകാർഷി നിരപ്പാക്കി. കുണ്ടും മേടുമായിരുന്ന ഭൂമിയെ നിരപ്പാക്കി. അതായത് അവിടെ അമ്പ് ഇത് ഭൂമിയൊക്കെ നിരപ്പാക്കിയത് കൃഷിക്ക് യോഗ്യമാക്കി എന്നർത്ഥം. അതാണ് സരികെ. ഭൂമി വേനരാജാവിന്റെ ദുർഭരണം കൊണ്ട് തന്റെ സമ്പത്തിനെ മുഴുവൻ തന്റെ ഉള്ളിലേക്ക് ഒടുക്കി വെച്ച് പുറത്തേക്ക് പ്രദർശിപ്പിച്ചതേയില്ല. അതുകൊണ്ട് ജനങ്ങൾ മുഴുവൻ ശിക്ഷാപീഡിതരായി, വിശന്ന് പൊലിഞ്ഞ് കഷ്ടപ്പെട്ടു. അവരൊക്കെ കൂടെ വന്ന് ഒരു അഭ്യർത്ഥന നടത്തിയതാണ് ഋതുചക്രവർത്തിയുടെ അടുത്ത്. ഋതുചക്രവർത്തി ഉടനെ തന്നെ വേനന്റെ പീഡ കൊണ്ട് തന്റെ ഉള്ളിലേക്ക് വലിച്ച ഭൂമിയുടെ സമ്പത്തുകളെ പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ച് അമ്പെടുത്ത് ആക്രമിച്ചപ്പോ ഭൂമിയെ നിരപ്പാക്കി. നമുക്ക് ഇത് ഏതായാലും 4-ാം സ്കന്ധാണല്ലോ എടുക്കണത്, വിസ്തരിച്ചു വരും. ഇതാ നോക്കിക്കോളാം. അപ്പൊ പൃഥുഹു ഇതി വിഖ്യാത പൃഥുരിതി, പൃഥുഹു ഇതി വിഖ്യാത, പൃഥു എന്ന പേരിൽ പ്രസിദ്ധനായി. എന്നിട്ട് എന്ത് ചെയ്തു? താപസോപദിഷ്ടൈഹി സൂതാദ്യൈഹി, താപസന്മാരാൽ ഉപദേശിക്കപ്പെട്ട സൂതാദികളെ കൊണ്ട് പരിണുത ഭാവി ഭൂരി വീര്യ, സ്തുതിക്കപ്പെട്ട ഭാവിയെ പോലും സ്തുതിച്ചു തുടങ്ങിയവര്. അപ്പൊ എന്ത് ചെയ്തു? എന്നിട്ട് അങ്ങനെ വീര്യതയായി. എല്ലാവരും പറഞ്ഞു നിന്നെ പോലെ ആരുണ്ട് എന്ന് പറഞ്ഞു പുകഴ്ത്തി. അങ്ങനെ രാജാവിന് ജനങ്ങളുടെ സപ്പോർട്ടും നല്ലോണം കിട്ടിയല്ലോ. ഉടനെയാണ് വേനന്റെ പീഡ കൊണ്ട് കബളിത സമ്പദം ദരിദ്രീം ആക്രാന്തം. എന്താ എന്ത് ചെയ്തു? വേനാർത്തിയ കബളിത സമ്പദം, വേനന്റെ പീഡയാൽ തന്റെ സമ്പത്തുകളൊക്കെ ഉള്ളിൽ ഒടുക്കി വെച്ചിട്ടുള്ള എന്ത് ചെയ്തു? ദരിദ്രീം, ഭൂമിയെ ആക്രാന്തം, ആക്രമിക്കപ്പെട്ടവളായിട്ട്, ആരാൽ? രാജാവിനാൽ ആക്രമിക്കപ്പെട്ടവളായിട്ട്. നീച ധനുഷ, സ്വന്തം വില്ലെടുത്ത് സമാം അകാർഷി, നിലക്കി നിർത്തി എന്നർത്ഥം. പരാക്രമം കൊണ്ട് ഭൂമിയെ നിലക്കി നിർത്തി സമപ്പെടുത്തി. ഇതാണ് രാജാവ് ചെയ്തത്. ഭൂമി തന്റെ പ്രജകൾക്ക് വേണ്ട അന്നം കൊടുക്കാത്ത ഭൂമിയോടെ വെക്കണ്ട എന്ന് വിചാരിച്ച അദ്ദേഹം ഭൂമിയിലൊടുത്തു. അവസാനം ഭൂമിയെ നേരെയാക്കി മാറ്റി. ഇതാണ് എന്തൊക്കെയാണ്? ഋതുഹു ഇതി വിഖ്യാതഃ താപസോപദിഷ്ടൈഹി സൂതാദ്യൈഹി
പരിണുത ഭാവി ഭൂരി വീര്യ വേനാർപ്യ കപളിത സമ്പദം ദരിദ്രീമാക്രാന്താം നിജധനുഷ സമം അകാർഷി. അത് തന്നെ ആദ്യത്തെ മാത്രം അങ്ങോട്ട് മാറ്റി. എന്താണ് പൃഥുരിതി വിഖ്യാത. പിന്നെ കിടകിടകാൻ പറഞ്ഞാൽ മതി. തപസോപദിഷ്ടൈഹി സൂതാദ്യൈഹി പരിണിത ഭാവി ഭൂരി വീര്യ എന്ത് ചെയ്തു? വേനാർപ്യ കപളിത സമ്പദം ദരിദ്രീം ആക്രാന്ത നിജധനുഷ സമാം അകാർഷിഹി. അതൊക്കെ അങ്ങനെ തന്നെ പറയും കേട്ടാ. വിഖ്യാതഃ പൃഥുഃ ഇതി താപസോപദിഷ്ടൈഹി സൂതാദ്യൈഹി പരിണുത ഭാവി ഭൂരി വീര്യഃ വേനാർപ്യ കപളിത സമ്പദം ദരിദ്രീം ആക്രാന്താം നിജധനുഷ സമാം അകാർഷിഹി. വിഖ്യാത പൃഥുരിതി താപസോപദിഷ്ടൈഹി സൂതാദ്യൈഹി പരിണുത ഭാവി ഭൂരി വീര്യഃ വേനാർപ്യ കപളിത സമ്പദം ദരിദ്രീം ആക്രാന്തം നിജധനുഷ സമാം അകാർഷിഹി. അപ്പൊ ഭൂമി എന്തെങ്ങനെയുള്ളത്? ശരിക്കും വസുന്ധരയാണ് ഭൂമി. എല്ലാ സമ്പത്തുകളും ഭൂമിയിലുണ്ട്. ഭൂമിയെ നന്നായി പ്രൊട്ടക്ട് ചെയ്താൽ നമ്മളെ രക്ഷിച്ചോളും ദേവി. കാരണം ഭൂമിയിൽ ഇല്ലാത്തതൊന്നുമില്ല. ഖനിച്ചാൽ സ്വർണ്ണഖനികളില്ലേ, രത്നഖനികളില്ലേ, എണ്ണഖനികളില്ലേ. അല്ലാതെ കൃഷി ചെയ്താൽ വയലിൽ എന്തുണ്ടാവാതിരിക്കും? എന്ത് വേണമെങ്കിൽ ഉണ്ടാക്കി തരും. വസുന്ധരയാണ്. എല്ലാ വസ്തുക്കളെയും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നവളാണ്. അങ്ങനെയുള്ള ഭൂമിയാണ് ഇപ്പൊ ഇവിടെ വേനൽക്കാലത്ത് ആകെ വാടി വരണ്ടു നിന്നത്. അപ്പൊ വേനന്റെ ഭരണത്തിൽ ഉടനെ ഭഗവാൻ അതിനെ സമമാക്കി ആദ്യം. എന്നിട്ട് പറയണ എന്ത് ചെയ്തു എന്നാണ്. അത് കഥയായതുകൊണ്ട് അതിനെ എങ്ങനെ ഭൂമിയിൽ നിന്ന് എടുത്തു എന്നുള്ളത് പറയാം. അടുത്ത ശ്ലോകം നോക്കിയോളോ. ഭൂമി സർവസമ്പന്നയാണല്ലോ. ഭൂയസ്താം നിജകുലമുഖ്യവത്സയുക്തൈഹി ദേവാദ്യൈഹി സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരഭിതനും അദൂദുഹസ്ത്വം. ഭൂമിക്ക് ഗോ എന്നൊരു പേരുണ്ട് സ്വതവേ. ഗോമാതാവ്, ഭൂമി മാതാവ് പശുവിന്റെ രൂപം എന്നാണ്. ചതുസമുദ്രം എന്ന് പറഞ്ഞ 4 പാടും സമുദ്രമുള്ളതായ ആ ഭൂമിയെ 4 അകിടുള്ളതായ പശുവായിട്ട് സങ്കല്പിക്കും. അതാണ് ശരിക്കും. അതുകൊണ്ട് പശു രൂപമാണ്. ഇവിടെ എന്ത് ചെയ്തു? ഭൂയഹ വീണ്ടും താം അവളെ, ആ ഭൂമിയെ, നിജകുല മുഖ്യ വത്സയുക്തൈഹി അവനവന്റെ ഏതേത് വംശമോ അതിലൊരു പ്രധാനി എടുക്കും. മഹർഷിമാരാണെങ്കിൽ അതിലൊരു പ്രധാനി, അസുരന്മാരാണെങ്കിൽ അതിലൊരു പ്രധാനി, സർപ്പങ്ങളാണെങ്കിൽ അതിലൊരു പ്രധാനി. അങ്ങനെ നിജകുല വംശമുഖ്യേ അവനവന്റെ വംശത്തിലുള്ള പ്രധാനികളെ കൊണ്ട്, പ്രധാനികളെ എന്ത് ചെയ്തു? അവരാരൊക്കെ? ദേവാദ്യഹി, ദേവാദികളൊക്കെ അതിൽ പെടും. ദേവാദ്യൈഹി ദേവന്മാർ മുതലായവരെ കൊണ്ട്. വത്സൻ എന്ന് പറഞ്ഞാൽ പശുക്കിടാവ് എന്നർത്ഥം. നിജകുല വത്സമുഖ്യൈഹി എന്നാ പറഞ്ഞു. ഓരോ വംശത്തിലെയും പ്രധാനിയെ പശുക്കിടാവാക്കി. പശുവിൽ നിന്ന് പാൽ ചുരത്താനായി പശുക്കിടാവ് വേണമല്ലോ. പശുക്കിടാവാക്കി, പശുവായി സങ്കല്പിച്ചു ഭൂമിയെ. എന്നിട്ട് എന്ത് ചെയ്തു? അന്നാദീനി അവനവന് വേണ്ട അന്നങ്ങൾ, ആർക്കെന്ത് വേണമോ അത്. മനസ്സിലായോ? അയപ്പാത്രേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുമ്പ് പാത്രം, കൈപ്പാത്രം, കൈക്കുമ്പിളില് അവനവന് ഏതൊക്കെയാണ് പാത്രമാണെന്ന് വെച്ചാൽ ആ പാത്രത്തില് അവനവന് വേണ്ടതായ അന്നത്തെ നമ്മൾ ഭാഗവതത്തിൽ വിസ്തരിച്ച് പഠിക്കുക. അതുകൊണ്ട് ഇപ്പൊ വിസ്തരിക്കുന്നില്ല. ഓരോരുത്തർക്കും ഓരോന്ന്. സർപ്പങ്ങൾക്ക് വിഷമാണ് വേണ്ടത്, വിഷത്തിന്. അല്ലെ? മഹർഷിമാർക്ക് വേദമാണ് വേണ്ടത്, വേദത്തിന്. രാജാവിന് സമ്പത്താണ് വേണ്ടത്, സമ്പത്തിന്. അങ്ങനെ അസുരന്മാർക്ക് എന്താ വേണ്ടത് അതിന്. അങ്ങനെ ഓരോരുത്തർക്കും അവനവന് വേണ്ടതിനെ ഓരോരോ വംശത്തിലെയും പ്രധാനിയെ പശുക്കിടാവാക്കിക്കൊണ്ട് അന്നാദീനി അന്നം തുടങ്ങിയ അഭിലഷിതാനി തനിക്ക് വേണ്ടപ്പെട്ടത്, അഭിലഷിക്കപ്പെട്ടത്, താനി അതിനെ ആരെന്താഗ്രഹിച്ചുവോ അതിനെ സ്വച്ഛന്തം, സ്വച്ഛന്തമായിട്ട്. എന്താണ് അർത്ഥം? യഥേഷ്ടം, തനിക്കിഷ്ടം പോലെ. ഓരോരുത്തർക്ക് എത്ര വേണ്ടച്ച എടുത്തോളോ. അവൻ
അവനവന്റെ പ്രധാനിയായിരിക്കണം വരാൻ. വന്നെടുത്തോളോ എന്ന് സുരഭിതനും. എങ്ങനെയുള്ള ദേവിയാണ്? സുരഭി എന്ന് വെച്ചാൽ കാമധേനു എന്നർത്ഥം. സുരഭിതനും കാമധേനുവിന്റെ സ്വരൂപത്തിൽ പശുരൂപിണിയായിരിക്കുന്ന ആ ദേവിയെ സ്വച്ഛന്തം അവനവന് വേണ്ടത്ര പോലെ ത്വം അദൂദുഹ നീ കറന്നെടുത്തുവല്ലോ ഗുരുവായൂരപ്പ എന്ന് പറയണം നാരായണഭട്ടത്തിൽ. നിങ്ങൾ എന്ത് ചെയ്തു? ഉചിതമായ ഒരു ഭരണാധിപനായിട്ട് എല്ലാവർക്കും വേണ്ടത് കൊടുത്തു എന്നുള്ളതാണ് ഇവിടെ അർത്ഥം. ഭൂമിന്ന് എന്തൊക്കെ വേണമോ അതൊക്കെ അവനവന് വേണ്ടത് പശുരൂപമാക്കിക്കൊണ്ട് ഭൂമി ഇന്ന് കറന്നെടുത്തു. അതിന് ഓരോരുത്തർ പശുക്കിടാവായി ഓരോ പ്രധാനികള്. മാത്രമല്ല ഓരോരുത്തർ ഓരോ പാത്രങ്ങളെ കൊണ്ടുവന്നു അവനവന് വേണ്ട. ചിലര് ചെവിയാണ് പാത്രമാക്കിയത് വേദങ്ങളെ സ്വീകരിക്കാൻ, ചിലര് കൈയാണ് പാത്രമാക്കിയത്, ചിലര് ഇരുമ്പ് പാത്രമാണ് എടുത്തുകൊണ്ടുവന്നത്. ഏതാണെന്ന് വെച്ചാൽ അതിനെ പാത്രമാക്കിക്കൊണ്ട് ഭൂമിയിൽ നിന്ന് എന്തു വേണമോ അഭിലഷിതാനി താനി താനി അഭിലഷിക്കപ്പെട്ടതെല്ലാം തന്നെ കറന്നെടുത്തു. ആര്? ത്വം അദൂദുഹു അങ്ങ് കറന്നെടുത്തു എന്നാണ് പറഞ്ഞത്. അദൂദുഹ അദൂദുഹു പാടില്ലല്ലോ. അദൂദുഹ എല്ലാവരും കറന്നെടുത്തു. എങ്ങനെ? ത്വം വേണ്ട അവിടെ. താം സ്വച്ഛന്തം അദൂദുഹ എങ്ങനെ? വത്സയുക്തൈഹി ദേവാദ്യൈഹി എന്ന് പ്രയോഗം മാറ്റി പറഞ്ഞു. ദേവാദികളായ ഭഗവാൻ അതാത് വംശപ്രധാനികളെ പശുക്കുട്ടികളാക്കിയ ആ ദേവന്മാർ എല്ലാവരാലും എന്ത് ചെയ്തു? സമുചിത ചാരു ഭാജനേഷു ഉചിതമായ മനോഹരമായ പാത്രങ്ങളിൽ ഭാജനേഷു പാത്രങ്ങളിൽ അവനവന് ഉചിതമായ പാത്രങ്ങൾ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? അഭിലഷിതാനിതാനിതാനി ആർക്കെന്തൊക്കെ വേണമോ അതെല്ലാം. ഇത് അന്നാദീനി അവനവന് വേണ്ട അന്നങ്ങൾ. ഓരോരുത്തരുടെ അന്നം ഡിഫറെന്റ് ആണ്. അവനവന് വേണ്ട അന്നങ്ങളെ സുരവിതനും ത്വാം പശുരൂപിണിയായ ഭൂമിയിൽ നിന്ന് സ്വച്ഛന്തം തന്നിഷ്ടപ്രകാരം അദൂദുഹ കറന്നെടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു ഈ ഋതുചക്രവർത്തി. അങ്ങനെ ഭൂമിയുടെ ഉള്ളിൽ വെച്ചിരുന്നതിനൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഓരോരുത്തരും അവനവന് വേണ്ടത് എടുത്തു എന്നർത്ഥം. അതായത് നല്ല രാജാവാകുമ്പോൾ ഭൂമി എല്ലാവർക്കും എല്ലാം നൽകുന്ന സർവസമ്പദ് സ്വരൂപിണിയായി മാറും. സസ്യസ്വരൂപിണി അല്ലെ? സസ്യശ്യാമള മാതരം വന്ദേ മാതരം അല്ലേ നമ്മൾ പറയുന്നത്? നമ്മുടെ അമ്മ എങ്ങനെയാണ്? പുല്ലജ്യോത്സ്ന അങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരുന്ന ആർക്കും എന്ത് വേണമെങ്കിൽ കൊടുക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഭൂമിയെ ഇഷ്ടം പോലെ എല്ലാവർക്കും കറന്നു. അതിന് രാജാവ് നേതൃത്വം നൽകി. നാരകൃത്വ അതൊക്കെയാണ് ഭൂയഹ ത്വം. വീണ്ടും അങ്ങ് ത്വം എടുക്കട്ടെ. ഭൂയഹ ത്വം എന്ത് ചെയ്തു? നിജകുലമുഖ്യ വത്സയുക്തൈഹി ദേവാദ്യൈഹി അല്ലെ? സമുചിത ചാരു ഭാജനേഷു അഭിലഷിതാനി താനി താനി അന്നാദീനി സുരവിതനും താം സ്വച്ഛന്തം അദൂദുഹ. ഒരിക്കൽ പറയാം. ഭൂയഹ ത്വം അവസാനത്തെ ത്വമിനെ മുമ്പൊക്കെ എടുക്കുക. വീണ്ടും അങ്ങ് നിജകുല മുഖ്യ വത്സയുക്തൈഹി ദേവാദ്യൈഹി സമുചിത ചാരുഗാദനേഷു എന്താണ്? അഭിലഷിതാനി താനി താനി അന്നാദീനി സുരഭിതനും ത്വാം സ്വച്ഛന്തം അദൂദുഹ ഇഷ്ടത്തിന് അവനവന് വേണ്ടതൊക്കെ യഥേഷ്ടം കറന്നെടുത്തു. ഓരോരുത്തർക്കും വേണ്ടതൊക്കെ അതിനൊക്കെ എന്ത് ചെയ്തു? ഓരോ മുഖ്യന്മാരെ പശുക്കിടാങ്ങളാക്കി. എന്നിട്ട് അവർക്ക് അത് വേണ്ടത് കറന്നു കൊടുത്തു. അങ്ങനെ അവർക്ക് ഓരോരുത്തർക്കും നേടിക്കൊടുക്കാനുള്ളതൊക്കെ ചെയ്തു കൊടുത്തില്ലേ ഹേ ഗുരുവായൂരപ്പ അങ്ങ് എന്ന് പറയണേ. അതുകൊണ്ടാണ് ഭൂയഹ വീണ്ടും ത്വം അങ്ങ് നിജകുലത് മുഖ്യ വത്സയുക്തൈഹി ദേവാദ്യൈഹി സമുചിത ചാരുഗാദനേഷു എന്ത് ചെയ്തു? പിന്നെ അഭിലഷിതാനി താനി താനി അന്നാദീനി സുരവിതനും താം സ്വച്ഛന്തം അദൂദുഹ ഇഷ്ടം പോലെ അങ്ങോട്ട് കറന്നിട്ടു. ഇല്ല പാദം പിരിക്കാൻ നോക്കൂ. ഭൂയഹ താം
നിജകുലവത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിതചാരുഭാജനേഷു അന്നാദീനി അഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരവിതനു അദൂദുഹഃ ത്വം ഭൂയസ്താം നിജകുലമഖ്യവത്സൈഃ വത്സയുക്തൈഃ ദേവാദ്യൈഃ സമുചിതചാരുഭാജനേഷു അന്നാദീന്യഭിലഷിതാനി താനി താനി സ്വച്ഛന്തം സുരവിതനു മധൂദുഹസ്ത്വം. എന്നിട്ട് എന്ത് ചെയ്തു? അതൊക്കെ കഴിഞ്ഞു. രാജാവ് നല്ല ഭരണം കാഴ്ചവെച്ചു, പ്രജകൾക്കൊക്കെ സന്തോഷമായി. അപ്പൊ ഒരു രാജാവിന്റെ മറ്റൊരു ഡ്യൂട്ടിയാണ് അശ്വമേധയാഗം നടത്തുക. പിന്നെ 100 അശ്വമേധയാഗം ചെയ്യാനായിട്ടാണ് പുറപ്പെട്ടത്. പക്ഷെ അപ്പൊ എന്തുണ്ടായി? അപ്പഴേക്ക് അസൂയക്കാരനായ ഇന്ദ്രൻ വന്ന് കുതിരയെ കട്ടുകൊണ്ടുപോയി എന്നുള്ള കഥയൊക്കെ വരും. ഇതിലൊക്കെ ചുരുക്കി പറഞ്ഞു. ആത്മാനം യജതി മഖൈസ്ത്വൈത്രിധാമൻ ആരബ്ധേ ശതതമവാജിമേധയാഗേ സ്പർദ്ധാലുശതമഖയേദ്യനീചവേഷോ കൃത്വാശ്വം തവ തനയാത് പരാജിതോഭൂത്. ഇവിടെ ആത്മാനം തന്നെയാണ്. എന്താ കാരണം? ഭഗവാന്റെ അവതാരമാണ് പൃഥു. ആത്മാനം തന്നെ യജതി മഖൈഹി യജതി, അങ്ങയാൽ യാഗങ്ങളാൽ യജിക്കുമ്പോൾ ത്രിധാമൻ എന്ന് വിചാരിക്കാണ്. ത്രിധാമൻ എന്ന് വെച്ചാൽ 3 ലോകത്തിനെയും വാസസ്ഥാനമാക്കിയവൻ ത്രിഭുവനനാഥൻ അർത്ഥം. 3 ലോകത്തിനും നാഥനായ ഭഗവാനെ അങ്ങ് ത്വയി മഖൈഹി ആത്മാനം യജതി സതി, അങ്ങ് മഖം എന്ന് വെച്ചാൽ യാഗം, യാഗങ്ങളെ കൊണ്ട് തന്നെ യജിക്കുന്ന സന്ദർഭത്തിൽ ഭഗവാൻ ഋതുചക്രവർത്തി ഭഗവാനാണല്ലോ, സ്വയം യജിക്കുകയാണ്. ആ യജിക്കുന്ന നേരത്ത് ആരബ്ധേ, അതെങ്ങനെ? ശതതമ വാജിമേധയാകെ, ശതതമം 100ാമത്തെ, ശതതമ വാജി 100ാമത്തെ വാജി എന്ന് വെച്ച കുതിര, വാജിമേധം അശ്വമേധം. അപ്പൊ പറയണ ശതതമ വാജിമേധയാകെ, 100ാമത്തെ അശ്വമേധയാഗത്തിൽ. ഇവിടെ വാജി എന്നുള്ള വാക്കിന് കുതിര, അശ്വം, മേധം എന്നുള്ളതിന് യാഗം. അപ്പൊ അശ്വമേധയാഗത്തിൽ എന്റെ ആരംഭിച്ചപ്പോൾ 100ാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചു. 99 എണ്ണം ചെയ്തു കഴിഞ്ഞു, 100ാമത്തെ ചെയ്യാൻ പുറപ്പെട്ടു. ഇന്ദ്രസ്ഥാനത്തിന് അർഹനാണ് 100 യാഗം ചെയ്തവൻ. അതുകൊണ്ട് ഇന്ദ്രന് പേര് ശതക്രതു എന്നാണ്. 100 യാഗം ചെയ്തവൻ എന്നാണ്. 100 യാഗം ചെയ്താൽ അടുത്തതാണ് നമുക്ക് ലിസ്റ്റ്, വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്. എപ്പോ വേണമെങ്കിൽ കിട്ടും അടുത്ത ഇന്ദ്രപദവി. ഇവിടെ 100ാമത്തെ യാഗം ചെയ്യണം. 100ാമത്തെ യാഗം ചെയ്യാൻ പുറപ്പെട്ടപ്പോഴ് അത് പിടിച്ചില്ല അത്രയാർക്ക് ഇന്ദ്രന്. സ്പർദ്ധാലുഹു, സ്പർദ്ധ എന്ന് വെച്ചാൽ മാത്സര്യബുദ്ധി. സ്പർദ്ധാലുഹു മാത്സര്യമുള്ളവനായിട്ട്, ശതമഖ 100 യാഗം ചെയ്ത ആളാതാൻ. താൻ ചെയ്തില്ലേ, മറ്റൊരാൾ ചെയ്താൽ എന്താ കുഴപ്പം? പക്ഷെ രസിച്ചില്ല. താൻ മാത്രമേ ഇതിന് സ്ഥാനം പാടുള്ളൂ, വേറൊരാളത് ചെയ്യരുത് എന്ന് വിചാരിച്ച് ശതമേഖ 100 യാഗം ചെയ്ത ആ ഇന്ദ്രൻ ഏദ്യം വന്നു. എങ്ങനെ വന്നു? നീചവേഷ, ഒരു പാഖണ്ഡന്റെ വേഷത്തിൽ, നീചനായ വേഷം ധരിച്ചു വന്നു. പാഖണ്ഡ വേഷം കൈക്കൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തെന്നറിയോ? ഹൃത്വാ അശ്വം, ആ കുതിരയും കൊണ്ട് അപഹരിച്ചു. എന്നിട്ട് കൊണ്ടുപോവാണ്, കുതിരയും കൊണ്ടുപോവാണ്. നമ്മള് ഇന്നലെ ഞാൻ പറഞ്ഞു, സഗര രാജാവിന്റെ കാര്യം പറഞ്ഞപ്പോ പറഞ്ഞു, എന്താണ് കുതിരയെ കൊണ്ടുപോയി കപില മഹർഷിയുടെ പറഞ്ഞപ്പോ പറഞ്ഞില്ലേ? ഇപ്പൊ ഇവിടെ പറയാണ്, ഇവിടെയും കുതിരയെ കട്ടുകൊണ്ട് പോവാ. കുതിരയെ കട്ടുകൊണ്ട് പോകുമ്പോ അവിടെ യാഗം ചെയ്തുകൊണ്ടിരിക്കുന്ന അത്രി മഹർഷി കാണുകയാണ് ഇന്ദ്രൻ കട്ടുകൊണ്ടുപോകും. അപ്പൊ വേഗം ഈ രാജാവിന്റെ പുത്രനോട് പറയാണ്, ദാ അവൻ കൊണ്ടുപോണു കുതിരയെന്ന്. അപ്പൊ വേഗം എന്ത് ചെയ്തു? രാജാവിന്റെ പുത്രൻ വേഗം തന്നെ ആ കുതിരയുടെ അടുത്തേക്ക് പോവുകയാണ്. എന്താണ്? കുതിരയെ പിടിച്ചു കൊണ്ടുവരുവാനായിട്ട് പോവുകയാണ്. ഈ സ്ഥാനത്ത് ഇന്ദ്രൻ എന്ത് ചെയ്തെന്നറിയോ? തന്റെ പാകണ്ഡ വേഷത്തിനൊക്കെ അവിടെ തന്നെ ഇട്ടിട്ട് പോയി. അങ്ങനെയാണ് പാകണ്ഡമതം നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എന്നൊരു ഐതിഹ്യം. എന്തായാലും ശരി, ഇവിടെ പറയണ നീചവേഷ, നീചമായ വേഷം ധരിച്ച് അശ്വം ഹൃത്വ, കുതിരയെ അപഹരിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് തവ തന്നെയാതല്ലയോ ഗുരുവായൂരപ്പ, അങ്ങ് തന്നെയാണ് ഋതുചക്രവർത്തി, അങ്ങയുടെ പുത്രനാൽ പരാജിത തോൽപ്പിക്കപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? കുതിരയെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ
അദ്ദേഹത്തിന്റെ പുത്രൻ പോയി ആ കുതിരയെ ജയിച്ചു വന്നു. അതിന് കാരണം അത്രി മഹർഷി കാണിച്ചു എന്നൊക്കെ ഭാഗവതത്തിൽ ഇതിൽ പറഞ്ഞില്ല. ഇതിലെന്ന് പറഞ്ഞു 100 യാഗം ചെയ്യാൻ പുറപ്പെട്ടു. 100ാമത്തെ യാഗം ആരംഭിച്ചപ്പോഴേ ആ 100 യാഗം ചെയ്ത് ഇന്ദ്രസ്ഥാനം പ്രാപിച്ചതായ ഇന്ദ്രൻ സ്പർദ്ധ തോന്നിയവനായി, അതായത് മാത്സര്യബുദ്ധിയോടുകൂടി അങ്ങയുടെ കുതിരയെയും കട്ടുകൊണ്ട് നീച്ച വേഷത്തിൽ വന്നു കൊണ്ടുപോയി. ആ പോകുന്നത് കണ്ടപ്പോൾ അങ്ങയുടെ പുത്രൻ പിന്നാലെ പോയി ജയിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഈ പൃഥു ചക്രവർത്തിയുടെ മകന് വിജിതാശ്വൻ എന്ന പേരുണ്ടായി. അത് ഇതിൽ പറഞ്ഞില്ല, വിജിതാശ്വൻ എന്ന പേരുണ്ടായി. അല്പജ്ഞനാണ് ഇന്ദ്രൻ, അല്ലെ? തന്റെ മനസ്സില് ആരും മേലേക്ക് വരരുത് എന്നുള്ള ദുർബുദ്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തത്. അപ്പൊ പറയണ ഹേ ത്രിദാമന് ത്വയി മഖൈഹി ആത്മാനം യജതി ശതതമവാജി മേധയാഗേ ആരബ്ധേ സ്പർദ്ധാലുഃ ശതമഖഃ നീചവേഷഃ ഏത്യ അശ്വം കൃത്വാ തവതനയാത് പരാജിതഃ അഭൂത്. ഇതാണ് അന്വയം വരിക. ഒരിക്കൽ കൂടെ പറയാം. ഹേ ത്രിദാമൻ ത്വയി മഖൈഹി എന്താണ് യജതി ശതതമവാജി മേധയാഖേ ആരബ്ധേ സ്പർദ്ധാലുഃ ശതമഖഃ നീചവേഷഃ ഏത്യ അശ്വം കൃത്വാ തവതനയാത് പരാജിതഃ അഭൂത്. അതെങ്ങനെ അർത്ഥം വന്നു നോക്കൂ. ഹേ 3 ലോകത്തിനും അധിപനായ ഭഗവാനെ, അങ്ങ് താൻ തന്നെ യാഗം നടക്കാൻ പുറപ്പെടുന്ന സമയത്ത്, തന്നെ തന്നെ യജിക്കാൻ പുറപ്പെട്ട സമയത്ത് 100ാമത്തെ യാഗം ആരംഭിച്ചപ്പോൾ സ്പർദ്ധാലുവായ ഇന്ദ്രൻ നീചവേഷം ധരിച്ച്, പാഖണ്ഡവേഷം ധരിച്ച് കുതിരയെ കട്ടുകൊണ്ട് പോകുമ്പോൾ അങ്ങയുടെ പുത്രനാൽ തോൽപ്പിക്കപ്പെട്ടു. ഇതാണ് അന്വയം. ആത്മാനം യജതി മഖൈഹി ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജി മേധയാഗേ സ്പർദ്ധാലുഃ ശതമഖഃ ഏത്യ നീചവേഷഃ കൃത്വാ അശ്വം തവതനയാത് പരാജിതഃ അഭൂത്. 3 ലോകത്തിന്റെ ഗുണമുള്ളവനാണ് ഭഗവാൻ. അതുകൊണ്ട് ത്രിധാമ എന്ന് പേര് വിളിച്ചത്. ത്രിധാമമാണ്. 3 സ്ഥാനങ്ങളുണ്ട്, ഇല്ലേ? അതില് ത്രിമൂർത്തിത്വമുണ്ട്, ത്രൈഗുണ്യമുണ്ട്, എല്ലാം 3 ഉള്ളതൊക്കെ ഭഗവാനാണ്. ത്രിധാമനാണ്. 3 ഗുണങ്ങളുടെയും ആളാണ്. ത്രിമൂർത്തിയായിരിക്കുന്നതും ഈ ഭഗവാൻ തന്നെയാണ്. ത്രിലോകത്തിന്റെ നാഥനും ഇദ്ദേഹം തന്നെയാണ്. എന്തായാലും ത്രിധാമൻ എന്ന പേര്. ഞാൻ അർത്ഥത്തിൽ മാത്രം പറഞ്ഞു 3 ലോകത്തിനും അധിപന്. ത്രിധാമന് സ്ഥാനം എന്നർത്ഥമാണ്. ആ സ്ഥാനം നർത്ഥത്തിനെ പോലെ തന്നെ തേജസ് എന്നൊരർത്ഥമുണ്ട്. ധാമ, തവധാമ എന്ന് പറയുമ്പോ തേജസ്സാവാം. തേജസ് ആണെങ്കിൽ ത്രൈഗുണ്യം, 3 ഗുണവും ഭഗവാനിലാണുള്ളത്. അതുകൊണ്ട് പിന്നെ 3 രൂപമുണ്ട്. എന്താണ്? വിഷ്ണു, രുദ്ര, ബ്രഹ്മ. ഈ രൂപം 3ഉം ഭഗവാന് തന്നെയാണുള്ളത്. അതുകൊണ്ട് ത്രിധാമൻ എന്നുള്ളത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സ്വതവേ സംബോധന ആയതുകൊണ്ട് തന്നെ അത്രേ പ്രാധാന്യം കൊടുത്തുള്ളൂ എന്ന് മാത്രം കേട്ടാ. ആത്മാനം യജതിമകൈസ്ത്രീധാമൻ ആരബ്ധേ ശതതമവാജി മേധയാഗേ സ്പർദ്ധാലു ശതമഖയേത്യ നീചവേഷോ കൃത്വാശ്രം തവതനയാത് പരാജിതോ ഭൂത്. ആത്മാനം യജതി മഖൈഹി ത്വയി ത്രിധാമൻ ആരബ്ധേ ശതതമവാജി മേധയാഗേ സ്പർദ്ധാലു ശതമഖഃ ഏത്യ നീചവേഷഃ കൃത്വാ അശ്വം തവതനയാത് പരാജിതഃ അഭൂത്. പിന്നെ വേണ്ടിയത് ശരി, അയാൾ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടു. 2ാമത് യാഗം തുടങ്ങി. 100ാമത്തെ. ദേവേന്ദ്രം മുകുരിതി വാചിനം ഹരന്തം വന്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ വൃന്ദാനേ കമലഭവേ ക്രതോ സമാപ്തൗ സാക്ഷാത്വം മധുരിപുമൈക്ഷതാ സ്വയം സ്വം. അടുത്തത് പറയാണ്. വീണ്ടും യാഗം ആരംഭിച്ചു. അപ്പോഴേക്കും വീണ്ടും വന്നു ദേവേന്ദ്രൻ കുതിരയെ കൊണ്ടുപോകാൻ. ദേവേന്ദ്രം മുഹുരീതി വാചിനം ഹരന്തം. മുഹുഹു വീണ്ടും ഇത് ഇപ്രകാരം വാചിനം കുതിരയെ ഹരന്തം അപഹരിക്കുന്ന ദേവേന്ദ്രനെ കോപം വന്നു. മുനിമാരൊക്കെ കൂടെ എന്ത് ചെയ്തു? യാഗം ചെയ്യുന്ന മുനിമാരുണ്ടല്ലോ, ഋത്വിക്കുകള്,
അവരൊക്കെ കൂടെ വന്നൗതം മുനിവരമണ്ഡലേ ജുഹൂഷൗ, അഗ്നിയിലെ മുനിവരമണ്ഡലങ്ങളാൽ ഹോമിക്കപ്പെട്ടപ്പോൾ ഇങ്ങനെ കൂടെ കൂടെ കുതിരയെ കട്ടുകൊണ്ടു പോകുന്നവനെ നശിപ്പിച്ചേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനെ അഗ്നിയിലേക്ക് വിളിച്ചു, അഗ്നിയിലേക്ക് വീഴാനായിട്ട്. ഇന്ദ്രൻ സർവദേവതാ സ്വരൂപമാണ്, ദേവേന്ദ്രനാണ്. അപ്പൊ ദേവേന്ദ്രനെ അങ്ങനെ വധിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ രുന്ധാനേ കമലഭവേ, ബ്രഹ്മദേവൻ കമലഭവൻ, കമലത്തിൽ നിന്നുണ്ടായവൻ ബ്രഹ്മദേവൻ. കമലഭവേ രുന്ധാനെ, കമലഭവൻ വന്ന് തടുത്തു. അരുത് അരുത് എന്ന് പറഞ്ഞു. ദേവേന്ദ്രനെ ഒന്നും ചെയ്യരുത്, നിങ്ങൾ ആർക്കു വേണ്ടിയാകെ ചെയ്യുന്നത്? പുരുഹൂതനാണ് ഇന്ദ്രൻ. ഏറ്റവും അധികം യാഗത്തിൽ വിളിക്കപ്പെടുന്ന ആൾ ഇന്ദ്രനാണ്. അതുകൊണ്ട് ഇന്ദ്രന് പേരാണ് പുരുഹൂതൻ. നിറച്ചു പ്രാവശ്യം വിളിക്കും, ഇന്ദ്രായ സ്വഹ ഇന്ദ്രായ സ്വഹ എന്ന് 1000 പ്രാവശ്യം പറയണം. അങ്ങനെയുള്ള ഇന്ദ്രനെ പിടിച്ച് അഗ്നിയിലേക്ക് ഇടാൻ പാടോ എന്ന് അന്ന് തടച്ചിട്ട് പറഞ്ഞു, അങ്ങക്ക് എന്തിനാ? അങ്ങക്ക് ഒന്നും ആഗ്രഹമില്ലല്ലോ, പിന്നെ എന്തിനാ ഈ ശതക്രതുസ്ഥാനമൊക്കെ? ഒരു കാര്യം ചെയ്തു, ഏകോന ശതക്രതുവായി നിൽക്കൂ. ഏക ഊനം, ഒന്ന് കുറഞ്ഞ ശതക്രതു ഇന്ദ്രൻ. 99 യാഗം ചെയ്തവെന്നുള്ള പേരിൽ ഫേമസ് ആയിക്കോളതാ നല്ലത് എന്ന് പറഞ്ഞു അത്രേ. അതുകൊണ്ട് ഇവിടെ കമലഭവേ രുന്ധാനേ, കമലഭവൻ വന്ന് പറഞ്ഞു ഇന്ദ്രനെ അഗ്നിയിൽ ഇടരുത് എന്ന് പറഞ്ഞപ്പോൾ ക്രതോഹോ സമാപ്തവും, ക്രതുവിന്റെ സമാപ്തിയിൽ, ക്രതു എന്ന് പറഞ്ഞാൽ യാഗം, 2 തരമാണ് യാഗം. ക്രതുവുമുണ്ട് യജ്ഞവുമുണ്ട്. ക്രതു എന്നുള്ളതില് യാഗ പശുവിനെ ബലി കൊടുക്കും, യജ്ഞത്തിലെ യാഗ പശുവില്ല, അതാണ് വ്യത്യാസം. ക്രതു ആണത് ചെയ്യണം, അശ്വമേധം ക്രതുവാണ്. ആ ക്രതൗ, അങ്ങനെയാ ക്രതോഹോ സമാപ്തൗ, യാഗം അങ്ങോട്ട് സമാപ്തിയായപ്പോഴ് സന്തോഷായി ഭഗവാന്. ആര്? യജ്ഞഫലദാതാവായ സാക്ഷാത് ഭഗവാൻ. ആരാണത്? പൃഥു ഭഗവാൻ തന്നെയാ. അതുകൊണ്ട് പറയുന്നു ത്വം മധുരിഭും ഐക്ഷദാഹ സ്വയം സ്വം. ഗുരുവായൂരപ്പ, സ്വയം അങ്ങ് തന്നെയായിരിക്കുന്ന ആ വിഷ്ണുവിനെ അങ്ങ് കണ്ടു. അങ്ങനെയല്ലേ വിഷ്ണു? അങ്ങ് തന്നെ ആ വിഷ്ണുവിനെ കണ്ടു. അതാണ് സ്വയം സ്വം രൂപം ഐക്ഷത. അതാണ് അവിടെ പ്രത്യേകത്വം. സ്വയം സ്വം മധുരികം സാക്ഷാത് ഐക്ഷത. നീ തന്നെ നിന്റെ സ്വരൂപമായ ആ വിഷ്ണുവിന്റെ രൂപത്തിനെ കണ്ടു, സാക്ഷാത്തായിട്ട് കണ്ടു, കൺമുഖത്തിൽ കണ്ടു. അതായത് ഈ യാഗമൊക്കെ സമാപ്തിക്കാൻ പറഞ്ഞ് ഇന്ദ്രനെ അഗ്നിയിലേക്ക് ഹോമിക്കരുത് എന്ന് എപ്പോഴാണോ ബ്രഹ്മദേവൻ വന്ന് അറിയിച്ചത്, അദ്ദേഹം യാഗം അവസാനിപ്പിച്ചു. ഉടനെ യാഗഫലദാതാവായ വിഷ്ണു, സാക്ഷാത് പൃഥു തന്നെയാണ് വിഷ്ണു, അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്. ഇതി മുഹുഹു വാചിനം ഹരന്തം ദേവേന്ദ്രം മുനിവനമണ്ഡലേ വന്നൗ ജുഗുഷേ. ആ സമയത്ത് കമലഭവേ രുന്ധാനിയൊക്കെ സപ്തമിയിൽ അപേക്ഷം, ക്രതോ സമാപ്തം, എല്ലാം അങ്ങനെ ഓരോന്നായിട്ട് പറഞ്ഞു നോക്കൂ. മുഹുഹു വീണ്ടും, ഇതി ഇപ്രകാരം, വാചിനം ഹരന്തം തം ദേവേന്ദ്രം, കുതിരയെ കട്ടുകൊണ്ടുപോകുന്ന ആ ദേവേന്ദ്രനെ എന്ത് ചെയ്തു? മുനിവര മണ്ഡലേ വന്നൗ ജുഹുഷൗ, മുനിവര മണ്ഡലങ്ങളാൽ വന്യയിൽ ഹോമിക്കപ്പെട്ടപ്പോൾ, ഹോമിക്കാനായിട്ട് വിളിച്ചപ്പോൾ, കമലഭവേ രുന്ധാനി, ബ്രഹ്മദേവൻ തടഞ്ഞപ്പോൾ, ഒക്കെ സതിസപ്തമിയിൽ ഉപയോഗിച്ചു. ക്രതോ സമാപ്തവും, യാഗം അവസാനിച്ചപ്പോൾ, ഇത്രയും ആയപ്പോഴ് സാക്ഷാത് ത്വം, അങ്ങ് സാക്ഷാൽ ഗുരുവായൂരപ്പ, അങ്ങ് സ്വം തന്റെ തന്നെ രൂപമായ മധുരിപും വിഷ്ണുവിനെ സാക്ഷാത് മുൻപിൽ ഐക്ഷദാഹ കണ്ടു. അങ്ങ് തന്നെ അങ്ങയുടെ രൂപമായ വിഷ്ണുവിനെ സാക്ഷാത്തായിട്ട് കണ്ടു എന്ന് മനസ്സിലായി. ഒന്നുകൂടെ ഞാൻ പറയാം. ഇതി മുഹുഹു വാചിനം ഹരന്തം ദേവേന്ദ്രം തം മുനിവര മണ്ഡലേ വന്നൗ ജുഹുഷൗ കമലഭവേ വൃന്ദാനേ തതോഹോ സമാപുതൗ ത്വം സ്വയം സ്വം മധുരിപം സാക്ഷാത് ഐക്ഷതാഹ. ഹേ ഗുരുവായൂരപ്പ, നിങ്ങൾ നിങ്ങളുടെ തന്നെ രൂപമായ വിഷ്ണുവിന്റെ രൂപത്തിനെ സാക്ഷാത്തായിട്ട് കണ്ടു. നമുക്ക് പദം തിരിക്കാം. ദേവേന്ദ്രം മുഹുഹു ഇതി വാചിനം ഹരന്തം വന്നൗ തം മുനിവരമണ്ഡലേ ജുഹുഷൗ രുന്ധാനി കമലഭവേ ക്രതോഹോ സമാപദൗ സാക്ഷാത് ത്വം മധുരിപം ഐക്ഷതാഹ സ്വയം സ്വം.
ദേവേന്ദ്രം മുഹുരി വാചിനം ഹരന്തം വന്നൗതം മുനിവരമണ്ഡലേ ജുഗൂഷൗ വൃന്ദാനേ കമലഭവേ ഹൃദോസ്സമാപ്തൗ സാക്ഷാത് മധുരൂപമൈക്ഷതാ സ്വയം സ്വം. അത് കഴിഞ്ഞ് ഭഗവാൻ വരം കൊടുത്തു. ഭഗവാനോട് എന്ത് വരാ ചോദിച്ചത് എന്നറിയോ? ആ പൃഥുചക്രവർത്തി ചോദിച്ച വരം ഫസ്റ്റ് ക്ലാസ് വരമാ ചോദിച്ചത്. കർണായുധമേഷദീയതാം, എനിക്ക് 10,000 ചെവി തരുമോ എന്ന് പറഞ്ഞു. എന്തിനാ? ഭഗവത് കഥ കേൾക്കാൻ. 10,000 ചെവി കൊടുക്കാൻ പറ്റുമോ? 10,000 ചെവിയുടെ ശക്തി, പവറ്, നല്ല ഭഗവാന്റെ കഥകൾ കേൾക്കാൻ എനിക്ക് കിട്ടണേന്നാണ് പ്രാർത്ഥിച്ചത്. ഇപ്പൊ ഇവിടെ പറയണേ, തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതവദ കഥാവിദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാസനകമുഖാൻ മുനീൻ പുരസ്താദ്. തദ്ദത്തം, ആ ഭഗവാൻ വരം കൊടുത്തു. എന്റെ ഭക്തി ഉണ്ടാകട്ടെ, നിനക്ക് 1000 ചെവികളുടെ ശക്തി ഉണ്ടാകട്ടെ എന്ന് അനുവദിച്ചു കൊടുത്തു. തദ്ദത്തം വരം ഉപലഭ്യ, അദ്ദേഹം കൊടുത്ത വരം അതെന്താണ്? ഏകാം ഭക്തി, ഏകാന്തമായ ഭഗവത് ഭക്തിയാണ് പ്രാർത്ഥിച്ചത്. അത് കൊടുത്തിട്ട് അത് കിട്ടിയപ്പോഴ് കഥാപി, ഒരിക്കൽ എന്ത് ചെയ്തു? ഗംഗാന്തേ വിഹിതപദ, ഗംഗാതീരത്ത് വന്ന വിഹിതപദ അവിടെ ഇരുന്നു. ഗംഗാതീരത്ത് നിന്ന് തപസ് ചെയ്യാൻ പുറപ്പെട്ടതാണ്. ആ സമയത്ത് സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസന്, ആ സത്രയാഗത്തിൽ വന്നിരിക്കുന്ന മഹർഷിമാർക്ക് മുഴുവൻ ഹിതാനി ശംസൻ ധർമ്മോപദേശം ചെയ്തു. അത്രേ പൃഥുചക്രവർത്തി. പൃഥുചക്രവർത്തി ആ മുനിമാർക്ക് ധർമ്മോപദേശം ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴ് ഐക്ഷിഷ്ടാഹ സനകമുഖാൻ മുനീൻ പുരസ്താദ്, പുരസ്താദ് മുൻപില് സനകമുഖാൻ മുനീൻ, സനകൻ തുടങ്ങിയ 4 മുനിമാരുണ്ടല്ലോ, ആ മുനിമാരെ സനകൻ, സനന്ദനൻ, സനാതനൻ, സനത് കുമാരൻ, ഈ 4 മഹർഷിമാരെയും ഐക്ഷിഷ്ടാഹ കാണാനിടയായി. അതായത് അവതാരമൂർത്തിയാണല്ലോ ഭഗവാൻ. സ്വയം കർമാനുഷ്ഠാനം ചെയ്ത് മറ്റുള്ളവർക്ക് ഉപദേശം ചെയ്യാൻ പോലും പ്രാപ്തനായിരുന്നു ആര്? പൃഥുചക്രവർത്തി. അതുകൊണ്ട് അവിടെയുള്ള മഹർഷിമാർക്കൊക്കെ ഉപദേശം ചെയ്തു. ഉപദേശം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് സനകാദികളെ കണ്ടുമുട്ടിയത്. പിന്നെ സനകാദികളെ പൃഥുചക്രവർത്തിക്ക് ഉപദേശിക്കുകയാണ് തിരിച്ചു. അവിടെ എന്തൊക്കെ വന്നപ്പോ ഏ ദേവ, അല്ലയോ ദേവ, ദേവ എന്നുണ്ടല്ലോ 2ാമത്തെ വരിയുടെ അവസാനം പറയണ. തദ്ദത്തം ഏകാം ഭക്തിം വരം ഉപലഭ്യ, ഏകാന്തമായ ഭക്തിയെ വരമായി നേടി. അദ്ദേഹം തന്നെ കൊടുത്ത വരം, ഭഗവാൻ കൊടുത്ത വരത്തിനെ നേടിയിട്ട് കഥാവി, ഒരിക്കൽ ഗംഗാന്തേ വിഹിതപദ, ഗംഗാതീരത്ത് ചെന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളതായ ഹേ ഗുരുവായൂരപ്പ, ത്വം അങ്ങ് സത്രസ്തം, ആ സത്രസ്ത്തിൽ ഉണ്ടായിരുന്ന മുനി നിവഹം, മുനിമാരുടെ കൂട്ടങ്ങൾക്ക് ഹിതാനി ശംസൻ, ഉപദേശനായി വർത്തിച്ചു. ആ സമയത്ത് പുരസ്താദ് സനകമുഖാൻ മുനീൻ ഐക്ഷിഷ്ടാഹ, മുൻപിൽ സനകൻ തുടങ്ങിയ മുനിമാരെ കണ്ടു. എളുപ്പായില്ലേ? ഒന്നുകൂടെ പറയാ. ഹേ ദേവ, തദ്ദത്തം ഏകാം ഭക്തിം വരം ഉപലഭ്യ കഥാപി ഗംഗാന്തേ വിഹിതപദഃ ത്വം സത്രസ്തം മുനിനിവഹം ഇദാനി ശംസന് പുരസ്താദ് സനകമുഖാൻ ഐക്ഷിഷ്ടാഹ. കണ്ടു. ഇനി തദ്ദത്തം വരം ഉപലഭ്യ ഭക്തിം ഏകാം ഗംഗാന്തേ വിഹിതപദഃ തദാവി ദേവ സത്രസ്തം മുനിനിവഹം ഇദാനി ശംസൻ ഐക്ഷിഷ്ടാഹ സനകമുഖാൻ മുനീൻ പുരസ്താദ്. തദ്ദത്തം വരമുപലഭ്യ ഭക്തിമേകാം ഗംഗാന്തേ വിഹിതപദഃ കഥാപി ദേവ സത്രസ്തം മുനിനിവഹം ഹിതാനി ശംസൻ ഐക്ഷിഷ്ടാ സനകമുഖാൻ മുനീൻ പുരസ്താദ്. ഇനി അടുത്തത് പറയാണ്. അടുത്തതും കൂടി കഴിഞ്ഞാലല്ലേ ഈ ശ്ലോകാവള് നോക്കാം. വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ സ്വാത്മാനം സ്വയമകമോ വനന്ദസേവി തത്താദൃക്പൃഥുവപുരീശ സത്വരമേ രോഗൗകം പ്രശമയ വാദഗേഹവാസിന്. ഹേ വാദഗേഹവാസിന്, അല്ലയോ ഗുരുവായൂരപ്പ, എന്താണ് രോഗം? സത്വരം മേ രോഗൗഹം പ്രശമയ, വേഗം തന്നെ എന്റെ രോഗത്തിനെ ഇല്ലാതാക്കി തീർക്കണം. എങ്ങനെയുള്ളവനാണ്? തത്
തത്താദൃക് പൃഥുവപുഹു, അങ്ങനെയുള്ള ഒരു പൃഥുവിന്റെ രൂപം എടുത്തില്ലേ, അങ്ങനെയുള്ള അങ്ങ് പറയണ ഹേ വാതകേഹവാസിന് ഈശ തത്താദൃക് പൃഥുവപുഹു ത്വം രോഗൗഗമേ സത്വരം പ്രശമയ, എന്റെ രോഗത്തിന് വേഗം നിർത്തിത്തരും. അതിന് മുൻപെന്തായി സനകന്മാരെ കണ്ടിട്ട് എന്താ ഉണ്ടായത്? സനകമുഖോദിതം വിജ്ഞാനം ദധാനഃ, വിജ്ഞാനം സനകമുഖോദിതം ദധാനഃ, സനകമുഖത്തിനാൽ പറയപ്പെട്ട സനകന്മാർ പറഞ്ഞു കൊടുത്തതായ വിജ്ഞാനം, ജ്ഞാനത്തിനെ, ഉപദേശത്തിനെ ദധാനഃ സ്വീകരിച്ചു. സനകാദികൾ പൃഥുചക്രവർത്തിക്ക് ഉപദേശിച്ചു. ആ ഉപദേശത്തെ അദ്ദേഹം സ്വീകരിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? സ്വാത്മാനം സ്വയമകമോ വനാന്തസേവി, വനാന്തസേവി, വനത്തിന്റെ ഉള്ളിൽ പോയി തപോവനസ്ഥനായി സ്വയം സ്വാത്മാനമകമഹ, തന്നെ സ്വസ്വരൂപത്തെ തന്നെ പ്രാപിച്ചുകൊണ്ടാ പോയത്. സ്വസ്വരൂപത്തെ പ്രാപിച്ചുകൊണ്ട് തന്നെ അവിടെ പോയി. അങ്ങനെയുള്ള ഹേ വാതകേഹവാസിന്, അല്ലയോ ഗുരുവായൂരപ്പ, തത്താദൃക് പൃഥുവപുഹു, അങ്ങനെയുള്ള പൃഥുവിന്റെ ശരീരം ധരിച്ചതായ ഈശ, അല്ലയോ ഭഗവാനെ, മേ രോഗോഗമം, എന്റെ രോഗക്കൂട്ടങ്ങളെ സത്വരം പ്രശമയ, വേഗമില്ലാതാക്കി തരും. ഇതാണ് പ്രാർത്ഥന. ഒരിക്കൽ കൂടെ പറയാം. സനകമുഖോദിതം വിജ്ഞാനം ദധാനഃ വനാന്തസേവി ത്വം സ്വയം സ്വാത്മാനം അഗമഃ. ഹേ വാതകേഹവാസിൻ ഈശ തത്താദൃക് പൃഥുവപുഹു ത്വം മേ രോഗോഗം സത്വരം പ്രശമയ, എന്റെ രോഗത്തെ വേഗം തന്നെ തീർക്കണമേ എന്ന്. ഇതാണ് സർവത്ര വിജ്ഞാനം സനകമുഖോദിതം ദദാനഃ സ്വാത്മാനം സ്വയം അഗമഃ വനാന്തസേവി തത്താദൃക് പൃഥുവപുഹു ഈശ സത്വരം മേ രോഗൗകം പ്രശമയ വാതകേഹവാസിൻ. വിജ്ഞാനം സനകമുഖോദിതം ദദാനഃ സ്വാത്മാനം സ്വയമഗമോ വനാന്തസേവി തത്താദൃക് പൃഥുവപുരീശ സത്വരം മേ രോഗൗകം പ്രശമയ വാതകേഹവാസിൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നല്ല വാക്ക് ചൊല്ലണം, നന്മ ചെയ്ത് വാഴണം, നാമഘോഷം എന്നും എൻ്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സ് ശുദ്ധമാകണം, നിത്യനായ ചിത്പ്രകാശരൂപനെ വണങ്ങണം. പൊൻചിലമ്പ് കൊഞ്ചിടുന്ന പിഞ്ചുപാദമോർക്കണം, ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ചിടുന്നു ഞാൻ.